തെർമൽ സ്ട്രെസ്. എന്താ തെർമൽ സ്ട്രെസ്? നമ്മളൊരു റോഡ് കൺസിഡർ ചെയ്യാം. ആ റോഡിന് ലെങ്ത് ആണുള്ളത്. ഈ റോഡ് നമ്മൾ രണ്ടറ്റവും ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്തെന്ന് വെക്കുക. അവിടെ ഒരു എക്സ്പാൻഷൻ ശരിക്കും ഉണ്ടാവണം. പക്ഷേ ഈ എക്സ്പാൻഡ് ചെയ്യാൻ അതിനെ സമ്മതിക്കില്ല. കാരണം എന്താ? രണ്ടറ്റവും ഫിക്സഡ് ആയിരിക്കുമ്പോൾ അവിടെ എക്സ്പാൻഷൻ നടക്കില്ല. കാരണം അവിടെ ഒരു സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്. ഈ എക്സ്പാൻഷൻ നടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നൊരു സ്ട്രെസ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ സ്ട്രെസ്സിനെയാണ് തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ എ റോഡ് ഈസ് ഹെൽഡ് between two fixed supports and its temperature is increased if the fixed supports do not allow the road to expand, which results in a stress which is called thermal stress. It is the mechanical stress created by any change in temperature of the material. മെറ്റീരിയലിൻ്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് ഇവിടെ ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ഈക്വൽ ടു തെർമൽ സ്ട്രെസ് ഈക്വൽ ടു വൈ ആൽഫ ഡെൽറ്റ ടി എന്നാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് വൈ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ അറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ആൽഫയ്ക്കുള്ള വാല്യൂ നമ്മളവിടെ കൊടുക്കുകയാണ്. എന്താ ആൽഫയുടെ വാല്യൂ? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 1/Δt. ഈ വാല്യൂ കൊടുക്കുമ്പോൾ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തെർമൽ സ്ട്രെസ് ഓഫ് ദി റോഡ് ഈസ് ഗിവൺ ബൈ എഫ് ഈസ് ഇക്വൽ ടു വൈ എ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് കിട്ടും. ഇതാണ് തെർമൽ സ്ട്രെസ്സിനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൽ വൈ എന്ന് പറഞ്ഞാൽ എന്താ? യങ്സ് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി റോഡ്. എ ഈസ് ദ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി റോഡ്. പിന്നെ ആൽഫ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ ആൻഡ് എഫ് ഈസ് ദ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. 2 ബീക്കർ എടുക്കുക. ഒരു ബീക്കറിൽ വാട്ടർ എത്രയാണോ എടുത്തത് അത്രയും എമൗണ്ട് തന്നെ മറ്റേ ബീക്കറിൽ നമ്മൾ ഓയിൽ എടുക്കാം. രണ്ടും നമ്മൾ ചൂടാക്കാം. പെട്ടെന്ന് ചൂടാവുന്നത് ഏതാ? ഓയിലാണ് അല്ലേ? ഓയിൽ പെട്ടെന്ന് ചൂടാവും. അതെന്തുകൊണ്ടാണ്? നമ്മളൊരു ഫിക്സഡ് ടെമ്പറേച്ചർ വെച്ചു, ഒരു 10 ഡിഗ്രിയാണ് ഇത് ചൂടാക്കുന്നത് എന്ന് വിചാരിക്കാം. ഓയിൽ പെട്ടെന്ന് 10 ഡിഗ്രി അറ്റൈൻ ചെയ്യും. പക്ഷേ വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം സ്ലോ ആയിട്ടാണ് 10 ഡിഗ്രി അറ്റൈൻ ചെയ്യുക. ഇതിൻ്റെ കാരണം എന്താ? ഓയിലിന് 10 ഡിഗ്രി അറ്റൈൻ ചെയ്യാൻ റിക്വയർഡ് ആയിട്ടുള്ള ഹീറ്റ് എനർജി വളരെ കുറവാണ്. കുറച്ച് ഹീറ്റ് കിട്ടുമ്പോൾ തന്നെ അത് 10 ഡിഗ്രി അറ്റൈൻ ചെയ്യും. പക്ഷേ വാട്ടറിനാണെങ്കിലോ മോർ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈസ് റിക്വയർഡ് ടു അറ്റൈൻ 10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എത്താൻ വാട്ടറിന് കൂടുതൽ ഹീറ്റ് എനർജി ആവശ്യമാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമുക്ക് പറയാം ഈ പ്രോപ്പർട്ടി, വാട്ടറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇങ്ങനെ കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആവശ്യമുണ്ട് എന്നുള്ള പ്രോപ്പർട്ടി. അതേപോലെ തന്നെ ഓയിലിന് വെച്ചാൽ കുറഞ്ഞ എമൗണ്ട് ഓഫ് ഹീറ്റേ റിക്വയർഡ് ഉള്ളൂ. ആ പ്രോപ്പർട്ടീനെയാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയാം? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ആ വാട്ടറിൻ്റെ ഒരു കപ്പാസിറ്റി ആണ് അത്. അപ്പോൾ അതേപോലെ തന്നെ ഓയിലിനും കപ്പാസിറ്റിൻ്റെ എല്ലാ സബ്സ്റ്റൻസിനും ഇങ്ങനത്തെ ഒരു ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? ഹീറ്റ് കപ്പാസിറ്റി ഓർ തെർമൽ കപ്പാസിറ്റി, രണ്ടും പറയും കേട്ടോ. ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി ഓർ തെർമൽ കപ്പാസിറ്റി ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ടു ബി സപ്ലൈഡ് to an object to produce a unit change in its temperature. ടെമ്പറേച്ചറിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാക്കാൻ റിക്വയർഡ് ആയിട്ടുള്ള ഹീറ്റ് എനർജി, എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് എന്ത് പറയാം? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിക്ക് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എസ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ? എസ് ഇസ് ഇക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ല. അപ്പോൾ എസ് ഐ യൂണിറ്റ് നമുക്ക് ജൂൾ പെർ കെൽവിൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ബീക്കർ എടുക്കാം. ഒന്നിൽ
50 ml വാട്ടറും മറ്റതിൽ 100 ml വാട്ടറും എടുത്തു. ഇനി ഇതിൽ എളുപ്പത്തിൽ ഹീറ്റ് ആവുന്നത് ഏതായിരിക്കും? 50 ml ആയിരിക്കും അല്ലേ? 50 ml എളുപ്പത്തിൽ ഹീറ്റ് ആവും. 100 ml വളരെ സ്ലോ ആയിട്ടാണ് ഹീറ്റ് ആവുള്ളൂ. ഇതെന്താ കാരണം? നമുക്കറിയാം എമൗണ്ട് വ്യത്യാസമുണ്ട് അല്ലേ? ഒന്നിൽ 50 ml ആണ്, ഒന്നിൽ 100 ml ആണ്. എമൗണ്ട് കൂടുമ്പോൾ അവിടെ ചൂടാവുക എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും അല്ലേ? അപ്പോൾ എമൗണ്ട് കുറഞ്ഞാൽ എളുപ്പത്തിൽ അവിടെ ഹീറ്റിംഗ് നടക്കും. അതാണ് അവിടെ പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു, വാട്ടറിനൊരു ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഹീറ്റ് കപ്പാസിറ്റി അതിൻ്റെ മാസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അങ്ങനെ മാസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ അതിന് പറയുന്നതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അത് സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഒരു സബ്സ്റ്റൻസ് 1 യൂണിറ്റ് മാസുള്ള ഒരു സബ്സ്റ്റൻസിന് 1 യൂണിറ്റ് മാസ് ആയിരിക്കണം. 1 യൂണിറ്റ് മാസ് ഉള്ളൊരു സബ്സ്റ്റൻസിന് 1 യൂണിറ്റ് അതിൻ്റെ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാക്കാൻ ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജീനെയാണ് എന്ത് പറയുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പറയാം. ഡെഫിനിഷൻ എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ amount of energy required to raise the temperature of 1 kg of the substance by 1 degree Celsius. അതായത് 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജീനെയാണ് എന്ത് പറയുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് സി എന്ന ലെറ്റർ കൊണ്ട് സിമ്പിൾ കൊണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ എസ് എന്ന സിമ്പിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ സി ഈസ് ഇക്വൽ ടു ഡെൽറ്റ ഇ ബൈ എം ഡെൽറ്റ തീറ്റ. ഇതിൽ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി. നമുക്ക് റിക്വയർഡ് ഹീറ്റാണ് അല്ലേ? റിക്വയർഡ് ഹീറ്റിനെയാണ് ഡെൽറ്റ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ജൂളിലാണ്. പിന്നെ ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ എത്രയാണ് ചേഞ്ച് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അതാണ്. പിന്നെ സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നോക്കിക്കോളൂ. ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, ഏതായാലും കുഴപ്പമില്ല. ഇതാണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിയുടെ ജൂൾ പെർ കെൽവിൻ ആയിരുന്നു. ഒരു മാസം കൂടിയും അഡീഷണൽ ആയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി മാസ് എം എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് കാണാന്ന് വെച്ചാൽ നമുക്ക് എന്തെഴുതാം? ഡെൽറ്റ ഇ ഈക്വൽ ടു എം സി ഡെൽറ്റ തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇതാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓരോ സബ്സ്റ്റൻസിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. വാട്ടറിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് നോക്കാം. അത് സി എന്ന ലെറ്റർ കൊണ്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ സി എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഓർ 1 കെൽവിൻ. അതായത് ഒരു സബ്സ്റ്റൻസ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന് 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജീനെയാണ് എന്ത് പറയുക? മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 1 മോൾ ആയിരിക്കണം. 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ആണ് 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജീനെയാണ് എന്ത് പറയുക? മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഴുതാം? സി, ക്യാപിറ്റൽ ലെറ്റർ സി ഈസ് ഈക്വൽ ടു എസ് ബൈ മ്യൂ. മ്യൂ എന്ന് പറയണത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ 1 ബൈ മ്യൂ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഹീറ്റ് കപ്പാസിറ്റീനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ സ്പെസിഫിക് ഹീറ്റ് കിട്ടും. ഹീറ്റ് കപ്പാസിറ്റീനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ സ്പെസിഫിക് ഹീറ്റ് കിട്ടും. മനസ്സിലായതോ? ക്യാപിറ്റൽ ലെറ്റർ എസ് ഡിവൈഡഡ് ബൈ മ്യൂ.
അതാണ് ഇരിക്കുന്നത്. സി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എസ് ഡിവൈഡഡ് ബൈ മ്യൂ ഈക്വൽ ടു 1/μ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ പെർ മോൾ പെർ കെൽവിൻ. മനസ്സിലായോ? അല്ലെങ്കിൽ ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. മനസ്സിലായില്ലേ? അവിടെ മാസിന് ഇല്ല, മാസിനല്ല ഡിപ്പെൻഡൻസ്, 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അതിന് ക്യാപിറ്റൽ ലെറ്റർ സി വി അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈസ് ദ amount of heat energy required to rise the temperature of 1 mole of the gas through 1 Kelvin when its volume kept constant. അതായത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതായത് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള മോളാർ സ്പെസിഫിക് ഹീറ്റ്, അതാണ് മനസ്സിലാക്കിയാൽ മതി. മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ, വോളിയം നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ ആ സമയത്ത് ഉള്ള മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്താണോ അതാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത്. അതായത് മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് at constant volume is the amount of heat energy required to rise the temperature of 1 mole of the gas through 1 Kelvin when its volume kept constant. ഓക്കെ, മനസ്സിലായി? അപ്പോൾ അതേപോലെ നമുക്ക് എന്താ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പറയാം. കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്താണ്? അതാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതായത് മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് ത്രൂ 1 Kelvin when its pressure is kept constant. പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കാം. അപ്പോൾ ഉള്ളതാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അത് CP എന്നാണ് പറയാം. പി കോൺസ്റ്റൻ്റ് ആക്കുമ്പോൾ പി എന്ന് എഴുതാം, വി കോൺസ്റ്റൻ്റ് ആക്കുമ്പോൾ വി എന്ന് എഴുതാം. അപ്പോൾ അതാണ്. അപ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇവിടെ ചില സബ്സ്റ്റൻസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നോക്കൂ. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് ഏത് സബ്സ്റ്റൻസിനാണ്? വാട്ടറിനാണ് അല്ലേ? വാട്ടറിന് എത്ര? 4186 ഉണ്ട് അല്ലേ സ്പെസിഫിക് ഹീറ്റ്. അതായത് വാട്ടറിന് അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് വേണം. 1 ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് ആവശ്യമാണ്. ബാക്കിയുള്ള അലുമിനിയത്തിനൊക്കെ 900 ഒക്കെ മതി. അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടുമ്പോൾ തന്നെ 1 ഡിഗ്രി സെൽഷ്യസ് അത് അറ്റൻഡ് ചെയ്യും. അപ്പോൾ വാട്ടറിന് ഏറ്റവും കൂടുതൽ എനർജി റിക്വയർ ആണ് അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ വാട്ടർ ഹാസ് ദി ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസ്. മറ്റ് സബ്സ്റ്റൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. For this reason, water is also used as coolant in automobile radiators as well as a heater in hot water baths. അപ്പോൾ വാട്ടറിന് ഇത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വാട്ടറിനെ ചൂടാക്കുക എന്ന് പറയുന്നത് വളരെ താമസമുള്ളത്, അതായത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും വാട്ടർ ചൂടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ വാട്ടറെ കൂൾ ചെയ്യിപ്പിക്കുക, വാട്ടർ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ലോ ആയിട്ട് ഇത് കൂളാവും ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ വേണം അത് ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട്. വാട്ടർ ഹീറ്റ് ആവാൻ 4000 സംതിങ് ഹീറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ വാട്ടർ കൂളാവാൻ വേണ്ടിയിട്ട് ഇതേ 4186 എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് വാട്ടറിൽ നിന്ന് പുറത്തേക്ക് എമിറ്റ് ചെയ്യണം. അങ്ങനെ അത് പോയാൽ മാത്രമേ വാട്ടർ കൂളാവുള്ളൂ അല്ലേ? അപ്പോൾ വാട്ടറിന് ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് കാറിൻ്റെയൊക്കെ റേഡിയേറ്റർ, അതായത് ഓട്ടോമൊബൈലിൻ്റെ റേഡിയേറ്റർ ചൂടാവുമ്പോൾ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് വാട്ടർ അല്ലേ? നിങ്ങൾക്കറിയാം വാട്ടർ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. അപ്പോൾ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റിനെ വാട്ടർ വേഗം അബ്സോർബ് ചെയ്തോളൂ. പക്ഷെ അത് പെട്ടെന്ന് ചൂടാവില്ല. അതാണ് അതിൻ്റെ ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ പ്രോപ്പർട്ടി, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹൈ ആണ്, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഹോട്ട് വാട്ടർ ബാഗ്സിലൊക്കെ കൂടുതൽ നേരം ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. വാട്ടറാണ് യൂസ് ചെയ്യുന്നത് വിചാരിച്ചാൽ നമുക്ക് കുറേ സമയത്തേക്ക് ലാസ്റ്റ് ചെയ്യും ആ ഹീറ്റ് ആ ബാഗിൽ. മനസ്സിലായോ? അതുകൊണ്ട് അത് വാട്ടർ നമ്മൾ അവിടെ ഹോട്ട് വാട്ടർ ബാഗ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തത് the reason for the land breeze and sea breeze also due to specific heat high specific heat capacity of വാട്ടറിൻ്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാരണമാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും ഉണ്ടാകുന്നത്. അപ്പോൾ ലാൻഡിനും ഉണ്ട് ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ലാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ സാൻഡാണ്, അതായത് മണലാണ് ഉണ്ടാവുക അല്ലേ, അതിനും ഉണ്ടാവും ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വാട്ടറിന് ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിനാണ്. അപ്പോൾ നിങ്ങളൊരു ബീച്ച് സൈഡൊക്കെ ആണെങ്കിൽ അപ്പോൾ അവിടെ വാട്ടറും ഉണ്ട്, അവിടെ ലാൻഡും ഉണ്ട് അല്ലേ. അപ്പോൾ സീയും ലാൻഡും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സീ എന്ന് പറയണത് ഡ്യൂറിങ് ഡേ ടൈമിൽ ലാൻഡ് എന്ന് പറയണത് പെട്ടെന്ന് ചൂടാവും. വാട്ടർ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടേ ചൂടാവുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ലാൻഡിൻ്റെ സർഫേസിലുള്ള എയർ എന്ന് പറയുന്നത് പെട്ടെന്ന് ചൂടായിട്ട് അത് മുകളിലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഡെൻസിറ്റി അവിടെ കുറയും. അവിടെ ഡെൻസിറ്റി കുറയുമ്പോൾ നമ്മുടെ കടലിൻ്റെ സർഫസിലുള്ള എയർ എന്ന് പറയുന്നത് അവിടെ ഡെൻസിറ്റി കൂടുതലാണ്. കാരണം അവിടെ വാട്ടർ ഹോട്ടായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡെൻസിറ്റി കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വിൻഡ് ഉണ്ടാവും. എയർ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു വിൻഡ് ഉണ്ടാവും. അങ്ങനെ ആ വിൻഡിനെയാണ് എന്ത് പറയുക, സീ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സീയിൽ നിന്ന് ലാൻഡിലേക്ക് ഒരു വിൻഡ് ഉണ്ടാവും ഡ്യൂറിങ് ഡേ ടൈം. ഈ വിൻഡിനെയാണ് എന്ത് പറയുക, സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ നൈറ്റ് ടൈമിൽ എന്താ ഉണ്ടാവുക, വാട്ടർ ഇങ്ങനെ ഹീറ്റായിട്ട് വന്ന് നല്ല ടെമ്പറേച്ചറിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നൈറ്റ് ടൈമിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് ഡിക്രീസ് ചെയ്യുള്ളൂ. പക്ഷേ ലാൻഡ് പെട്ടെന്ന് അതിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ആയിട്ട് അത് കോൾഡായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സീയുടെ സർഫസിൽ ഒരു ഹോട്ട്നെസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർ എന്ന് പറയുന്നത് ഹോട്ടായിട്ട് അത് മുകളിലേക്ക് റൈസ് ചെയ്ത് പോകും. അപ്പോൾ നൈറ്റ് ടൈമിൽ സീയുടെ സർഫസിലുള്ള എയർ എന്ന് പറയുന്നത് ലെസ് ഡെൻസ് ആയിരിക്കും. പക്ഷേ ലാൻഡിൽ ഹൈ ഡെൻസിറ്റി എയർ ആണുള്ളത്. കാരണം അത് കോൾഡാകുമ്പോൾ ഹൈ ഡെൻസിറ്റി എയർ. അപ്പോൾ അവിടുന്ന് എയർ ലാൻഡിൽ നിന്ന് സീയിലേക്ക് ഒരു എയർ ഫ്ലോ ഉണ്ടാവും, അതൊരു വിൻഡ് ഉണ്ടാവും. അപ്പോൾ ലാൻഡിൽ നിന്ന് സീയിലേക്ക് ഉണ്ടാകുന്ന ഈ വിൻഡിനെ എന്ത് പറയും, ലാൻഡ് ബ്രീസ് എന്ന് പറയും. അപ്പോൾ സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത് നമുക്ക് നമുക്കൊന്നുകൂടിയും പറയാം. അപ്പോൾ ഇതാണ് സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്. ഇത് എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? വാട്ടറിൻ്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാരണമാണ്. ഇവിടെ വാട്ടറിൻ്റെയും ലാൻഡിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റികളുടെ തമ്മിലൊരു ഡിഫറൻസ് കാരണമാണ് എന്തുണ്ടാകുന്നത്, ഇവിടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. വാട്ട് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ മെറ്റൽ if its mass is 27 gram and it requires 420 joule of heat energy to increase its temperature from 25 degree Celsius to 50 degree Celsius. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മെറ്റൽ, അതിൻ്റെ മാസ് എന്ന് പറഞ്ഞത് 27 ഗ്രാമാണ്. ഈ മെറ്റലിന് നമുക്ക് 25 ഡിഗ്രി സെൽഷ്യസ് ടു 50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യണം. അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 50 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ
420 ജൂൾ ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ആണ്. അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അവിടെ റിക്വയർഡ് ആണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അപ്ലൈയിങ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഫോർമുല നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഫോർമുല അറിയാം. എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ എന്താ 420 ജൂളാണ് അല്ലേ. ഡെൽറ്റ ക്യൂ 420 ജൂളാണ്. മാസ് 27 ഗ്രാം ആണ്. 27 ഗ്രാമിനെ കിലോഗ്രാം ആക്കി മാറ്റുമ്പോൾ നമ്മൾക്ക് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ കിലോഗ്രാമിൽ 0.027 കിലോഗ്രാം എന്ന് കിട്ടും. പിന്നെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് വേണ്ടത്. അപ്പോൾ 25 നിന്ന് 50 ആയി എന്ന് പറയുമ്പോൾ 50 - 25 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 420 ജൂൾ ഡിവൈഡഡ് ബൈ എം 0.027 കിലോഗ്രാം. പിന്നെ ഡെൽറ്റ ടി 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 622.2 എന്ന് കിട്ടും. ജൂൾ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്, ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. അതായത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് തന്നെ എഴുതണം. ഇവിടെ ഡെൽറ്റ ക്യൂവിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഇവിടെ ടെമ്പറേച്ചർ എടുത്തത് ഡിഗ്രി സെൽഷ്യസ് ആണ്, കെൽവിൻ അല്ല. കെൽവിനാണ് അവിടെ തന്നിരിക്കുന്നത് വെച്ചാൽ കെൽവിൻ തന്നെ യൂണിറ്റിൽ എഴുതണം. ഓക്കെ, കിലോഗ്രാം ആണ്, അപ്പോൾ നമുക്ക് കിലോഗ്രാമിൽ എഴുതാം. അപ്പോൾ ഇതാണ് ആൻസർ. അടുത്തത് കലോറിമെട്രി. കലോറിമെട്രി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്തിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഓഫ് ഹീറ്റാണ്. അതായത് നമുക്ക് അറിയാം ഒരു ഹോട്ട് ബോഡി ഉണ്ട്, ഒരു കോൾഡ് ബോഡി ഉണ്ട്. രണ്ടും കോണ്ടാക്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കാം. അങ്ങനെ വെക്കുമ്പോൾ ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും, കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്നിട്ട് അത് രണ്ടും ഒരു അറ്റൈൻ ചെയ്യും, ഒരു സെയിം ടെമ്പറേച്ചറായിട്ട് അറ്റൈൻ ചെയ്യും, ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തും അല്ലേ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ രണ്ടിൻ്റെ സെയിം ആയി മാറും അല്ലേ. അതായത് ഈ ഹോട്ട് ബോഡി ഈ ഹോട്ട് ബോഡി കോൾഡ് ബോഡിക്ക് ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്, അതായത് ഹീറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ ഈ ഹോട്ട് ബോഡി ഔട്ട്സൈഡ് ഒന്നിനും ഹീറ്റ് കൊടുത്തില്ല, അതായത് പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ലിബറേറ്റ് ചെയ്യാതെ അതിൻ്റെ ഹീറ്റ് മുഴുവനായിട്ടും അത് രണ്ടാമത്തെ അതായത് കോൾഡ് ബോഡിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഹീറ്റ് ഗെയിൻഡ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. നമുക്ക് പറയാലോ, ഹീറ്റ് എത്രയാണോ ഗെയിൻ ചെയ്തത് അത് ഹീറ്റ് ലോസ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാലോ. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് കലോറിമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നടക്കുന്നത്. അതായത് മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ്. അതൊരു ഒരു ടൈപ്പ് ഓഫ് മെഷർമെൻ്റാണ്, ഹീറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ കലോറിമെട്രി ഡീൽസ് വിത്ത് ദ മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് കലോറിമീറ്റർ. ദ ഡിവൈസ് വിച്ച് ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ സച്ച് എ മെഷർമെൻറ്റ് ഈസ് കോൾഡ് a calorimeter. When two bodies at different temperatures are allowed to share heat, they attain a common temperature. നമ്മൾ പറഞ്ഞില്ലേ രണ്ടെണ്ണം ഹീറ്റ് ഷെയർ ചെയ്യണമെങ്കിൽ അവ ഒരു കോമൺ ടെമ്പറേച്ചർ അറ്റൻഡ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് നോ ഹീറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ഓർ ഗിവൺ ടു എനി ബോഡി ഔട്ട്സൈഡ് ദി സിസ്റ്റം. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് ബോഡിയും ഈ കോൾഡ് ബോഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഔട്ട്സൈഡ് സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം, ഹീറ്റ് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഇഫ് ദർ ഈസ് നോ കെമിക്കൽ ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഷെയറിങ്,
നമ്മൾ ഈ ഷെയറിങ് നടക്കില്ലേ, ഈ ഷെയറിങ് നടക്കുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ഹീറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും, ഹീറ്റ് ചിലപ്പോൾ അബ്സോർബ് ചെയ്യുക, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനും നടക്കുന്നില്ല എന്നും വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ എന്ത് പറയാം നമുക്ക്, ഹീറ്റ് ഗെയിൻഡ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. അതായത് ഹീറ്റ് ഗെയിൻഡ് ബൈ ദ കോൾഡ് ബോഡി ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഹോട്ട് ബോഡി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അതായത് ദ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഇതാണ് കലോറിമെട്രിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റിനെ മെഷർ ചെയ്യും. അപ്പം അതായത് നമുക്കിപ്പോൾ ചില മെറ്റൽസിൻ്റെയൊക്കെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാണണമെന്ന് വിചാരിക്കാം. അങ്ങനെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച്, കലോറിമീറ്റർ എന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് ഈ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളത് കണ്ടുപിടിക്കും. അതേപോലെ പല ഡിവൈസിന് എത്ര ഹീറ്റ് റിക്വയർഡ് ആണ്, എത്ര ചേഞ്ച് ചെയ്യാൻ ടെമ്പറേച്ചർ, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് എന്തെന്ന് പറയുക, കലോറിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് എന്ന് പറയും. അപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താ, നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിൽ മാറ്റർ എക്സിസ്റ്റ് ചെയ്യണത് നോർമലി 3 സ്റ്റേറ്റിലാണ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ദ മാറ്റർ നോർമലി എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ നമുക്കൊരു വസ്തുവിനെ, ഒരു സബ്സ്റ്റൻസിനെ സോളിഡിൽ നിന്ന് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും, ലിക്വിഡിൽ നിന്നും സോളിഡ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും ഇല്ലേ? അതെങ്ങനെയാണ് മാറ്റുക? അത് സോളിഡിനെ നമുക്ക് ട്രാൻസിഷൻ ചെയ്തിട്ട് ലിക്വിഡാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഹീറ്റ് ചെയ്താൽ മതി. അതിന് സിമ്പിൾ എക്സാമ്പിളാണ് നമുക്ക് ഐസ്. ഐസ് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഒരു സോളിഡ് ഫോമാണ് അല്ലേ ഐസ്. അപ്പോൾ ഐസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, അത് വാട്ടറായി മാറും അല്ലേ? വാട്ടറിനെ എഗെയിൻ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ബോയിൽ ചെയ്യും, വാട്ടർ ബോയിൽ ചെയ്യും, ദെൻ അത് വേപ്പറായിട്ട് മാറും, വാട്ടർ വേപ്പറായിട്ട് മാറും അല്ലേ? വാട്ടർ വേപ്പറാവും. അപ്പോൾ ഇതിനെയാണ് ഒരു വാട്ടറിനെ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാം. വാട്ടറിനെ അല്ല, ഏതൊരു സബ്സ്റ്റൻസിനെയും നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ കഴിയും, അതായത് ട്രാൻസിഷൻ ചെയ്യിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുക. അപ്പോൾ a transition from one of these states to another is called change of state. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ two common changes of states are solid to liquid and liquid to gas. അപ്പോൾ സോളിഡ് ടു ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് ടു ഗ്യാസ് ഉണ്ട്, വൈസ് വേഴ്സ. അതായത് തിരിച്ചും ഉണ്ടാവും. കാരണം നമുക്കൊരു സാധനത്തിനെ കൂൾ ചെയ്യിച്ചിട്ട് അതിൻ്റെ സ്റ്റേറ്റ് മാറ്റാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ വാട്ടർ വേപ്പറിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. വാട്ടർ വേപ്പറിനെ നമ്മൾ കൂൾ ചെയ്യണം. കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വാട്ടർ കിട്ടും അല്ലേ? വാട്ടർ കിട്ടും. പിന്നെ എഗെയിൻ നമ്മൾ കൂൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കില്ലേ, അപ്പോൾ ഐസായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ചേഞ്ച് റിവേഴ്സ് ആക്ഷനും പോസിബിൾ ആണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഫോർവേഡ് ആക്ഷനും റിവേഴ്സ് ആക്ഷനും പോസിബിൾ ആയിട്ടുള്ളൊരു ഫിനോമിനയാണ്, ഫിസിക്കൽ ഫിനോമിനയാണ് എന്ത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ദീസ് changes can occur when the exchange of heat takes place between the substance and its surroundings. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്താ ഉണ്ടാവുക, അവിടെ ഒരു ഹീറ്റിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോൾ ഉണ്ട് അല്ലേ ഹീറ്റിന്. അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് ലിബറേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടാണ് ആ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഐസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, വാട്ടർ ആവുന്നു. വാട്ടർ ആണെങ്കിൽ വേണമെങ്കിൽ ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് ലിബറേറ്റ് ചെയ്തിട്ട് എഗെയിൻ ഐസായിട്ട് മാറാൻ വാട്ടറിന് കഴിയും. അപ്പോൾ ഇതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമുക്ക് പറയാം transition from one state to another is called change of state. Okay, ഇവിടെ
ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കി നോക്കൂ എന്താണ് അതിലുള്ളത്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് എന്താ ലിക്വിഡ്, സോളിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞ 3 സ്റ്റേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസിഷൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ പറയുന്ന പേരുകളാണ്, നെയിംസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോളിഡ് ടു ലിക്വിഡ് എന്താ ഉള്ള ട്രാൻസിഷൻ അതിനെന്താ പറയുക? സോളിഡ് ടു ലിക്വിഡിന് മെൽറ്റിംഗ് എന്നാണ് പറയുക അല്ലേ, മെൽറ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ ലിക്വിഡ് ടു ഗ്യാസിനോ അതിന് പറയുന്ന പേര് ഇവാപ്പറേഷൻ എന്നാണ് പറയുക. ഇവാപ്പറേറ്റ് ചെയ്യുക, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തു, വാട്ടർ എന്തായി, വാട്ടർ വേപ്പറായി, അത് പറയാമല്ലോ. പിന്നെ ഈ ഗ്യാസിനെ നമുക്ക് സോളിഡാക്കി മാറ്റാൻ പറ്റും. അതിൻ്റെ പേരാണ് ഡെപ്പോസിഷൻ എന്നാണ് പറയുന്നത്. ഡെപ്പോസിഷൻ എന്നാണ് പറയുന്നത് ഗ്യാസിനെ സോളിഡാക്കി മാറ്റുന്ന പ്രോസസ്സിനെ. പിന്നെ എഗെയിൻ നമുക്ക് പറയാം, ഇപ്പോൾ വാട്ടറിനെ ഐസാക്കി മാറ്റാൻ പറ്റും. വാട്ടറിനെ ഐസാക്കി മാറ്റാനുള്ള പ്രോസസ്സിനെ ഫ്രീസിങ് എന്ന് പറയുന്നു. അതേപോലെ അതായത് ലിക്വിഡിനെ സോളിഡാക്കി മാറ്റുന്ന പ്രോസസ്സിനെ ഫ്രീസിങ് എന്ന് പറയുന്നു. അതേപോലെ ഗ്യാസിനെ നമുക്ക് ലിക്വിഡാക്കി മാറ്റാം, അത് കണ്ടൻസേഷൻ എന്ന് പറയുന്നു. അപ്പോൾ വാട്ടർ വേപ്പേഴ്സൊക്കെ കണ്ടൻസ് ചെയ്തിട്ടാണ് റെയിനായിട്ട് വരുന്നത് അല്ലേ. അതേപോലെ എന്താ ലിക്വിഡിനെ ഗ്യാസ് ആക്കാൻ നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് പോലെ ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റാൻ നമുക്ക് പറയുന്നത് കണ്ടൻസേഷൻ എന്നാണ് പറയുക. പിന്നെ നമുക്ക് ഗ്യാസിനെ ഡെപ്പോസിറ്റ് ചെയ്ത് സോളിഡ് ആക്കാം. പിന്നെ സോളിഡിനെ നമുക്ക് സബ്ലിമേഷൻ നടത്തിയിട്ട് ഗ്യാസ് ആക്കി മാറ്റാം. സോളിഡിനെ സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിള് നമുക്കറിയാം ക്യാംഫർ നമുക്ക് സോളിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലൊരു ഇതാണ്. അത് നമുക്ക് ഹീറ്റ് ചെയ്യിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, അത് എന്താവും, വേപ്പറായി മാറും അല്ലേ, വേപ്പറാവും. അപ്പോൾ ഇതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൻ്റെ ഒരു നെയിംസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ഈസ് കോൾഡ് മെൽറ്റിംഗ് അല്ലേ, മെൽറ്റിംഗ് ആണ് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ദ ഫ്രം ലിക്വിഡ് ടു സോളിഡോ, ലിക്വിഡ് ടു സോളിഡ് ഈസ് കോൾഡ് ഫ്യൂഷൻ. നമ്മൾ ഫ്രീസിങ് എന്നും പറഞ്ഞു അല്ലേ, ഫ്രീസിങ് ഫ്യൂഷൻ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഫ്യൂഷൻ എന്നും അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, it is observed that the temperature remains constant until the entire amount of സോളിഡ് സബ്സ്റ്റൻസ് മെൽറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഐസ് എടുത്തു, ആ ഐസിൻ്റെ ടെമ്പറേച്ചർ അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഐസിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞാൽ 0 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. 0 ഡിഗ്രിയാണ് അതിൻ്റെ ടെമ്പറേച്ചർ. അത് നമ്മൾ എത്രയാണോ ഐസ് എടുത്തത് ആ എൻ്റയർ എമൗണ്ട് ഓഫ് ഐസും വാട്ടറായിട്ട് മാറുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വാട്ടറായിട്ട് മാറുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ അതേ ടെമ്പറേച്ചർ തന്നെ ഉണ്ടാവുക, 0 ഡിഗ്രി തന്നെ ഉണ്ടാവുക, അതിന് ചേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെ മുഴുവൻ എമൗണ്ട് ഓഫ് ഐസും വാട്ടറായിട്ട് മാറിക്കഴിഞ്ഞാൽ, ട്രാൻസിഷൻ സംഭവിക്കുന്നത് വാട്ടർ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഗെയിൻ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്യും, ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ട്രാൻസിഷൻ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ദ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻ്റ് അൺടിൽ ദ എൻറ്റയർ എമൗണ്ട് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് മെൽറ്റ്. ദാറ്റ് ഈസ് ബോത്ത് ദ സോളിഡ് ആൻഡ് ദ ലിക്വിഡ് സ്റ്റേറ്റ്സ് ഓഫ് സബ്സ്റ്റൻസ് കോഎക്സിസ്റ്റ് in thermal equilibrium during the change of state from solid to liquid. അപ്പോൾ സോളിഡ് ടു ലിക്വിഡ് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് പറയാം ബോത്ത് സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് റിമൈൻസ് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും അവർ കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. അത് തമ്മിൽ ഒരു തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാവും ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ്. സോളിഡിന് ലിക്വിഡായിട്ട് മാറുന്ന സമയത്ത് അത് സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ, മനസ്സിലായില്ലേ? The temperature at which the solid and the liquid states of substance in thermal equilibrium with each other is called melting point. That is characteristics of substance. അതായത്
ഒരു സബ്സ്റ്റൻസ് സോളിഡിൽ നിന്ന് ലിക്വിഡായിട്ട് മാറുമ്പോൾ അവ തമ്മിൽ ഒരു തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാവും. ആ തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാവുന്ന ടെമ്പറേച്ചർ അത് ആയിരിക്കും, ആ ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോളിഡിൽ നിന്ന് ലിക്വിഡായിട്ട് മാറുമ്പോൾ ഒരു തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാവും. ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് ആ തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടാവുന്ന ടെമ്പറേച്ചർ അതിനെയാണ് എന്ത് പറയുക, മെൽറ്റിംഗ് പോയിന്റ്. അതായത് ഇത്ര പറഞ്ഞാൽ മതി. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സോളിഡിന് ലിക്വിഡ് ആവുന്ന ടെമ്പറേച്ചർ, സോളിഡ് ലിക്വിഡ് ആവുന്ന ടെമ്പറേച്ചറിനെയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സബ്സ്റ്റൻസ് ആണ്. ഓരോ സബ്സ്റ്റൻസിനും അത് വേരി ചെയ്യും. ഇപ്പോൾ വാട്ടറിൻ്റെ കേസ് 0 ഡിഗ്രിയാണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ ചിലപ്പോൾ വേറൊരു സബ്സ്റ്റൻസിൻ്റെ 10 ഡിഗ്രി ആവാം. അങ്ങനെ പല സബ്സ്റ്റൻസിൻ്റെയും വ്യത്യാസമുണ്ട്. ഓക്കെ, the melting point also depends on pressure. The melting point of the substance at a standard atmospheric pressure is called normal melting point. അതായത് മെൽറ്റിംഗ് പോയിന്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് അപ്പോൺ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം അത് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കില്ല. പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റിൽ വ്യത്യാസം വരും. പ്രഷർ കുറയുമ്പോഴും മെൽറ്റിംഗ് പോയിന്റിൽ വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു നോർമൽ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉണ്ടാവുന്ന മെൽറ്റിംഗ് പോയിന്റിനെയാണ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സബ്സ്റ്റൻസ് അറ്റ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കണ്ടു. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് മെൽറ്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചത്. മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളിപ്പോൾ കണ്ടു മെൽറ്റിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ 2 ഐസ് കട്ടകൾ എടുക്കാം. 2 ഐസ് കട്ടകൾ എടുത്തിട്ട് ആ 2 ഐസ് കട്ടകളും പരസ്പരം ടച്ച് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രഷർ അപ്ലൈ ചെയ്യാം. പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്ന രീതിയിൽ വെച്ച് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ, വാട്ടർ മെൽറ്റായിട്ട്, അതായത് ഐസ് മെൽറ്റായിട്ട് വീഴുന്നത് കാണും. പിന്നെ നമ്മൾ ആ പ്രഷർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണാം, ആ 2 ഐസ് കട്ടലും പരസ്പരം ചേർന്ന് നിൽക്കുന്നത് കാണാം. സിംഗിൾ ആയിട്ട് മാറിയിട്ടുണ്ടാവും. 2 ഐസ് കട്ടകൾ ഉണ്ടായിരുന്നു, അത് രണ്ടും എന്താ ഒന്നായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. ഈ ഫിനോമിനനെ ഇപ്പൊ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഐസ് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ആ പ്രഷർ റിമൂവ് ചെയ്യുമ്പോഴോ അത് വീണ്ടും ഐസായിട്ട് തന്നെ മാറും. അപ്പോൾ റീഫ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിനോമിനയാണ് എന്ത് പറയാം, റിഗലേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഫിനോമിനയാണ് റിഗലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഗലേഷൻ എന്ന് പറയുമ്പോൾ റിഗലേഷൻ ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. റിഗലേഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ഓൺ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുക, റിഗലേഷൻ എന്ന് പറയാം. അപ്പൊ പ്രഷറിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സാധാരണ ഒരു സോളിഡ് ലിക്വിഡായി മാറുന്ന പോലെയല്ല, പ്രഷർ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയാം, റിഗലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ടെക്സ്റ്റിലും ഉണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട്. ഈ ഐസിന്റെ ക്യൂബിന്റെ മുകളിൽ നമ്മളൊരു വയർ വെച്ചു. ആ വയറിന്റെ 2 എൻഡ്സിലും നമ്മളൊരു സർട്ടൻ എമൗണ്ട് ഓഫ് മാസ് ഹാങ് ചെയ്തു. അങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ ആ വയർ ആ ഐസ് ക്യൂബിൽ ഒരു പ്രഷർ ഉണ്ടാക്കുകയാണ് അല്ലെ. ആ മാസ് കാരണമാണ് അവിടെ പ്രഷർ ഉണ്ടാവുന്നത്. അങ്ങനെ ആ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഐസ് വാട്ടറായി മാറും, അതായത് മെൽറ്റ് ആവും. അങ്ങനെ മെൽറ്റായിട്ട് ആ വയർ താഴേക്ക് പോകുന്നത് കാണാം. പിന്നെ ആ വയർ താഴേക്ക് പോകുമ്പോൾ അതിന്റെ എബവ് പോർഷൻ വീണ്ടും ഫ്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാം. എബവ് പോർഷൻ ഫ്രീസ് ചെയ്യും. പിന്നെ ആ ഐസ് വയറുമായിട്ട് എവിടെയാണോ കോണ്ടാക്ട് ഉണ്ടാവുന്നത് ആ പോർഷനത്തെ ഐസ് എന്ന് പറയുന്നത് മെൽറ്റ് ചെയ്യും. അപ്പൊ ആ വയറിന് ഈസി ആയിട്ട് താഴേക്ക് പോവാൻ കഴിയും. താഴേക്ക് എത്തിക്കഴിഞ്ഞാലോ ആ ഐസ് ക്യൂബ്
ബ്രേക്ക് ചെയ്യുന്നൊന്നുമില്ല, അത് റിമെയിൻസ് ഒറ്റൊരു ഐസ് ക്യൂബായിട്ട് തന്നെ നിൽക്കുക. മനസ്സിലായോ? ഈ പ്രോസസ്സിന് ആണ് എന്ത് പറയുക, റിഗലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഗലേഷന് നമുക്ക് വേറൊരു ഡെഫിനിഷനുമായിട്ടും പറയാം. ഡെഫിനിഷൻ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇപ്പൊ പറഞ്ഞു ചേഞ്ച് ഓഫ് ദ ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ എന്ന് പറയാം. പിന്നെ റിഗലേഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് മെൽറ്റിംഗ് അണ്ടർ പ്രഷർ ആൻഡ് റീഫ്രീസിംഗ് വെൻ ദ പ്രഷർ ഇസ് റിമൂവ്ഡ്. നമ്മൾ പ്രഷർ റിമൂവ് ചെയ്ത പ്ലേസിൽ എന്താ റീഫ്രീസ് ചെയ്യുകയും ചെയ്യും. പ്രഷർ അപ്ലൈ ചെയ്യുന്ന പ്ലേസിൽ അവിടെ എന്താ ഉണ്ടാവുക, മെൽറ്റിങ് നടക്കുകയും ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കേറ്റിംഗ് നടക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, സ്കേറ്റ് ചെയ്യുന്ന ആള് ഉപയോഗിക്കുന്ന സ്കേറ്റ്സിൽ അണ്ടറിൽ ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഐസിന്റെ മീതേക്ക് ആക്ട് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഐസിന്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഐസ് മെൽറ്റ് ആവും. അങ്ങനെ ഐസ് മെൽറ്റ് ആവുമ്പോൾ അവിടെ വാട്ടർ ഫോം ചെയ്യും. അങ്ങനെ വാട്ടർ ഫോം ചെയ്തിട്ട് അതൊരു ലൂബ്രിക്കൻ്റ് ആയിട്ട് വാട്ടർ ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കേറ്റ് ചെയ്യുന്ന ആൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ അത് സഹായിക്കും. അതായത് സ്കേറ്റിംഗ് ഈസ് പോസിബിൾ on snow due to the formation of water under the skates. Water is formed due to the increase of pressure and it acts as a lubricant. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ സ്കേറ്റിംഗ് എന്ന് പറയുന്നത് റെഗുലേഷൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫിനോമിനയ്ക്ക് ഒരു ഉദാഹരണമാണ്. നമ്മളിപ്പോ സോളിഡ് ടു ലിക്വിഡ് ട്രാൻസിഷന്റെ കേസാണ് ഇപ്പൊ കഴിഞ്ഞത്. ഇപ്പോ ഒരു ഐസ് അത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് എൻറ്റയർലി വാട്ടറായിട്ട് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മാറി. എന്നിട്ട് നമ്മൾ ഫർദർ ഹീറ്റ് കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഹീറ്റ് ഫർദർ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ 0 ഡിഗ്രി ഉള്ള വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ആവും, 2 ഡിഗ്രി ആവും, അങ്ങനെ അത് ഇൻക്രീസ് ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. എത്ര? 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. അങ്ങനെ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെയും കോൺസ്റ്റന്റ് ആയിട്ട് മാറും. 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് മാറും. പിന്നെ അത് സ്റ്റഡി ആവും. പിന്നെ ഫർദർ ഇൻക്രീസ് അവിടെ നടക്കില്ല. അതെന്തുകൊണ്ടാ അറിയോ? അവിടെയും ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നുണ്ട്. 100 ഡിഗ്രി സെൽഷ്യസിലും ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നത് കൊണ്ടാണ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫർദർ ഹീറ്റ് കൊടുത്താലും അതിന്റെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഏതാ? നമ്മൾ വാട്ടറിനെ വേപ്പറാക്കി മാറ്റുന്നതാണ്. അതായത് ലിക്വിഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആവുന്ന ഒരു സ്റ്റേജാണ് അവിടെ. അപ്പോൾ അവിടെ ഒരു ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്. ആ ഫേസ് ചേഞ്ച് നടക്കുന്നത് കൊണ്ടാണ് അവിടെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? ആഫ്റ്റർ ദ whole ice get converted into water and as we continue further heating the temperature keeps on rising till it reaches nearly 100 degrees Celsius when it again becomes steady. മനസ്സിലായി? 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെ വാട്ടർ അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. 100 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാൽ അത് റിമെയിൻ സ്റ്റഡി ആയിട്ട് മാറും, ബിക്കം സ്റ്റഡി. The heat supplied is now being utilized to change water from ലിക്വിഡ് സ്റ്റേറ്റ് ടു വേപ്പർ ഓർ ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വാട്ടറിനെ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നത് വേണ്ടിയിട്ടാണ് ദിസ് എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ ഫർദർ കൊടുക്കുന്ന ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യുക. അതുകൊണ്ട് അവിടെ ടെമ്പറേച്ചറിന് റൈസ് ഉണ്ടാവില്ല. അവിടെ ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, എവിടെയാണോ ടെമ്പറേച്ചർ സ്റ്റഡി ആയിട്ടുള്ളത് ആ സ്റ്റേറ്റിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൽ നമ്മുടെ ഹീറ്റ് എന്ത് ചെയ്യും? യൂട്ടിലൈസ്ഡ് ഫോർ ഫേസ് ചേഞ്ചിന് യൂസ് ചെയ്യും. ഇതിന് ഫേസ് ചേഞ്ചിന് യൂസ് ചെയ്യും, അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് യൂസ് ചെയ്യും. ഓക്കെ,
The change of state from liquid to vapor is called vaporization. അത് നമ്മൾ കണ്ടതാണ്, vaporization എന്നാ പറയാം. It is observed that the temperature remains constant until the entire amount of liquid is converted to vapor. അത് നമ്മൾ ഐസിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ വാട്ടറിന്റെ കേസിലും എൻറ്റയർ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പറായിട്ട് മാറുന്നത് വരെയും എന്ത് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിൽക്കും. അപ്പൊ ആ ഹീറ്റ് ഫുള്ള് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ഫുള്ള് എന്തിനാ യൂസ് ചെയ്യുക? ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് both the liquid and vapor states of the substance coexist in thermal equilibrium during the change of state from liquid to vapor. The temperature at which the liquid and vapor states of the substance coexist is called boiling point. അതായത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സബ്സ്റ്റൻസിന്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുമ്പോൾ, ഇപ്പൊ ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുമ്പോൾ അതായത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അതായത് ഈ രണ്ട് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റും വേപ്പർ സ്റ്റേറ്റും കോഎക്സിസ്റ്റ് ചെയ്യും, ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ കോഎക്സിസ്റ്റ് ചെയ്യും. ഈ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുക? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അതായത് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലിക്വിഡ് ആൻഡ് ദ വേപ്പർ സ്റ്റേറ്റ്സ് ഓഫ് ദി സബ്സ്റ്റൻസ് കോ എക്സിസ്റ്റ് ഈസ് കോൾഡ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, നമുക്കിനി ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. ഈ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ, ഒരു റൗണ്ട് ഫ്ലാസ്ക് എടുത്തു. ആ റൗണ്ട് ഫ്ലാസ്കിൽ നമ്മൾ ഹാഫ് പോർഷൻ വാട്ടർ ഫില്ല് ചെയ്തു. എന്നിട്ട് നമ്മളൊരു കോക്ക് കൊണ്ട് അടച്ചു വെച്ചിട്ട് ആ കോക്കിന് 2 ഹോള് ഉണ്ടാക്കി. എന്നിട്ട് ഒരു ഹോളില് നമ്മൾ തെർമോമീറ്ററും രണ്ടാമത്തെ ഹോളിൽ ഒരു സ്റ്റീം ഔട്ട്ലെറ്റും ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫ്ലാസ്കിലേക്ക് കുറച്ച് ഹീറ്റ് അപ്ലൈ ചെയ്തു. ഇങ്ങനെ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒബ്സർവ് ചെയ്യാൻ കഴിയാം? ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ ചൂടാവും. വാട്ടർ ചൂടായി വരുമ്പോൾ തെർമോമീറ്ററിലെ റീഡിങ് ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണാം അല്ലേ? അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്, നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ ആ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ് ആവും. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വാട്ടർ അവിടെ നിന്നിട്ട് ബോയിൽ ചെയ്യുന്നത് നമുക്ക് കാണാം. അവിടെ വാട്ടർ ബോയിൽ ചെയ്യും അല്ലെ? ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ സ്റ്റീം ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്തു. ആ സ്റ്റീം ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കാം? എന്താ നിങ്ങളുടെ ഒബ്സർവേഷൻ? നമുക്ക് എന്താ അവിടെ കാണാൻ കഴിയുക വെച്ചാൽ, നമ്മൾ സ്റ്റീം ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ബോയിലിംഗ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. ബോയിലിംഗ് സ്റ്റോപ്പായിട്ട് തെർമോമീറ്ററിലെ ഈ റീഡിങ് ഫർദർ ഇൻക്രീസ് ചെയ്യുന്നത് കാണും. അതായത് 100 എന്നത് 101, 102 അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് 110 അല്ലെങ്കിൽ 20 അങ്ങനെ എത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് റിമെയിൻസ് കോൺസ്റ്റന്റ് ആവും. അതായത് ഇപ്പോൾ ഒരു 110 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് ആവും. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അവിടെ വാട്ടർ ബോയിൽ ചെയ്യുക. അതായത് നമ്മൾ സ്റ്റീം ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു അല്ലെ? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു. അത് എന്തുകൊണ്ടാണ്? സ്റ്റീം ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഫ്ലാസ്കിന്റെ ഇൻസൈഡ് ഉള്ള പ്രഷറിന് വല്ല ചേഞ്ചും ഉണ്ടാവുമോ? ചേഞ്ച് ഉണ്ടാവും അല്ലെ? നമ്മുടെ ആ ഫ്ലാസ്കിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രഷറിന് ചേഞ്ച് ഉണ്ടാവും. എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക? പ്രഷർ കൂടുകയാണോ കുറയുകയാണോ ചെയ്യാം? പ്രഷർ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യാം? പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഫ്ലാസ്കിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രഷർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ബോയിലിംഗ് പോയിന്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മുടെ ഒബ്സർവേഷനും ഇൻഫറൻസും അവിടെ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിന്ന് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആസ് pressure increases, boiling point also increases. As pressure decreases, boiling point also decreases. That is,
ദ ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ. ഓക്കെ, ഇതിൻ്റെ ബേസിൽ നമുക്ക് പറയാം അറ്റ് ഹിൽ ഏരിയാസ് കുക്കിംഗ് ഈസ് ഡിഫിക്കൾട്ട് ആയിരിക്കും. കുക്കിംഗ് ഈസ് ഡിഫിക്കൾട്ട് ഓൺ ഹിൽസ്. അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് atmospheric pressure is lower, reducing the boiling point of water as compared to that at sea level. അതായത് സീ ലെവലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹിൽ ഏരിയാസിൽ പ്രഷർ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. പ്രഷർ ലോവർ ആയതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് അവിടെ എന്തായിരിക്കും, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അവിടെ ലോ ആയിരിക്കും, കുറവായിരിക്കും. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം കുക്കിംഗ് ചെയ്യാൻ നമുക്കൊരു ടെമ്പറേച്ചർ ആവശ്യമാണ്. ആ ടെമ്പറേച്ചർ ഇത് അറ്റൈൻ ചെയ്യുന്നില്ല. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അതിൽ കുക്കിംഗ് നടക്കും. പക്ഷേ ബോയിലിംഗ് പോയിന്റ് കുറയുമ്പോൾ ടെമ്പറേച്ചർ അവിടെ കുറയുകയല്ലേ ചെയ്യുന്നത്. ബോയിലിംഗ് പോയിന്റ് കുറയുമ്പോൾ അത്രയും കുറച്ച് ടെമ്പറേച്ചർ അവിടെ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ 90 ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറവല്ലേ കിട്ടുക. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് അവിടെ ഡിഫിക്കൾട്ട് ആയിട്ട് മാറും. അതുകൊണ്ടാണ് കുക്കിംഗ് ഈസ് ഡിഫിക്കൾട്ട് ഓൺ ഹിൽസ് എന്ന് പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് നമുക്ക് പറയാൻ പറ്റും ഓൺ ദി അതർ ഹാൻഡ് ദ ബോയിലിംഗ് പോയിന്റ് ഈസ് ഇൻക്രീസ്ഡ് ഇൻസൈഡ് എ പ്രഷർ കുക്കർ ബൈ ഇൻക്രീസിങ് ദ പ്രഷർ. ഹെൻസ് കുക്കിംഗ് ഈസ് ഫാസ്റ്റർ. അതായത് ഒരു പ്രഷർ കുക്കറിൻ്റെ കേസ് എടുക്കുക വെച്ചാൽ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുതൽ എന്ന് പറയുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, 120. അപ്പോൾ 120 ഡിഗ്രി ഒക്കെ ബോയിലിംഗ് പോയിന്റ് ആകുമ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം അത്രയും ടെമ്പറേച്ചർ അവിടെ ഉണ്ട് പ്രഷർ കുക്കറിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ കഴിയുന്നത്. മനസ്സിലായോ? ഓക്കെ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സബ്സ്റ്റൻസ് അറ്റ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് ഇറ്റ്സ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. അതായത് നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമ്മൾ ഒരു ബോയിലിംഗ് പോയിന്റ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്താ പറയുക, നോർമൽ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഫേസ് ചേഞ്ച് ഫ്രം ലിക്വിഡ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ലിക്വിഡിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ എന്താ മെൽറ്റിംഗ് പോയിന്റ് അല്ല, ബോയിലിംഗ് പോയിന്റ്. പിന്നെ എന്താ പറഞ്ഞത്, അതിൻ്റെ വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു. അവിടെ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ആ ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രഷർ എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി അടുത്തൊരു ഫിനോമിന എന്ന് പറയുന്നത് സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് വിത്തൗട്ട് പാസിങ് ത്രൂ എ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. അതായത് നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ സോളിഡിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ആക്കാം വിത്തൗട്ട് പാസിങ് ത്രൂ ദ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റ് പാസ് ചെയ്യാതെ വേണം അത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് അതിന് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ. അപ്പോൾ അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് സബ്ലൈംസ് എന്ന് പറയുക. ദ സബ്സ്റ്റൻസ് ഈസ് സെഡ് ടു ബി സബ്ലൈം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ക്യാംഫർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ക്യാംഫറിൻ്റെ സൈസ് എന്താ? സൈസല്ല, ക്യാംഫർ എന്ന് പറയുന്നത് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. അത് നമ്മൾ ഹീറ്റ് ചെയ്യുക, അതായത് ഇത് കത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ക്യാംഫർ ഡയറക്റ്റ്ലി ഗേഷ്യസ് ഫോമിലേക്കാണ് മാറുന്നത്. അവിടെ ഒരു ലിക്വിഡ് സ്റ്റേറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊരു സബ്ലൈമാണ്. ഓക്കെ, അത് ഇവിടെ എന്താ നടക്കുന്ന പ്രോസസ്സ്? സബ്ലിമേഷനാണ്. ഓക്കെ, ഇതിന് വേറെ കുറേ എക്സാമ്പിൾ ഉണ്ട്. ഡ്രൈ ഐസ്, അതായത് ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. പിന്നെ അയഡിന്, നാഫ്തലിന്, ഇതൊക്കെ ഇതിന് മറ്റ് എക്സാമ്പിളാണ്. അപ്പോൾ സബ്ലൈംസിന് എക്സാമ്പിൾ പഠിച്ചേക്കാം. ഇത് എന്തൊക്കെയാണ്? ക്യാംഫറുണ്ട്, ഡ്രൈ ഐസ്, അയഡിന്, നാഫ്തലിന്, ഇതൊക്കെ എക്സാമ്പിളാണ്. During the sublimation process, both the solid state and the vapor states of the substance coexist in thermal equilibrium. അപ്പോൾ സബ്ലിമേഷൻ്റെ സമയത്ത് എന്താ ചെയ്യുക? സോളിഡ് സ്റ്റേറ്റും വേപ്പർ സ്റ്റേറ്റും കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. അതിനൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ദി ഫേസ് ഡയഗ്രാം. എന്താണ് ഫേസ് ഡയഗ്രാം? The temperature of the substance remains constant during its change of state, അല്ലെങ്കിൽ ഫേസ് ചേഞ്ച്. അത് നമുക്ക് അറിയുന്ന കാര്യം അല്ലേ.
The graph between the temperature T and the pressure P of a substance is called phase diagram or PT diagram. നമുക്ക് ഫേസ് ഡയഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസ് ഡയഗ്രാം എന്ന് പറഞ്ഞ ഒരു ഗ്രാഫാണ് വിച്ച് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പി ആൻഡ് ടി, അതായത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൻ്റെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാഫിനെയാണ് എന്ത് പറയുക, ഫേസ് ഡയഗ്രാം എന്ന് പറയാം. അതിനെ പി ടി ഡയഗ്രാം എന്നും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നമ്മളെ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാർബൺ ഡയോക്സൈഡിൻ്റെയും രണ്ടാമത്തത് വാട്ടറിൻ്റെയും പി ടി ഡയഗ്രാംസ് ആണ്. അപ്പോൾ ആദ്യത്തേത് വാട്ടറിൻ്റെ കേട്ടോ, എ എന്ന് പറയുന്നത് വാട്ടറിൻ്റെയും ബി എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെയും പി ടി ഡയഗ്രാംസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫേസ് ഡയഗ്രാമിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ പറയണം. Such a phase diagram divides the PT plane into 3 region. 3 region ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് റീജിയൻ? ദ സോളിഡ് റീജിയൻ, ദ വേപ്പർ റീജിയൻ ആൻഡ് ദ ലിക്വിഡ് റീജിയൻ. നിങ്ങൾക്ക് ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും, രണ്ട് ഫിഗറിലും നിങ്ങൾക്ക് സോളിഡ്, ലിക്വിഡ്, വേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള 3 റീജിയൻസ് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? 3 റീജിയൻസ് ഉണ്ട്. സോളിഡ് റീജിയൻ ഉണ്ട്, ലിക്വിഡ് റീജിയൻ ഉണ്ട്, വേപ്പർ റീജിയൻ ഉണ്ട്. അപ്പോൾ ഫേസ് ഡയഗ്രാം പി ടി പ്ലെയിനിനെ 3 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ റീജിയൻസ് ആർ സെപ്പറേറ്റഡ് ബൈ ദ കർവ്സ് സച്ച് ആസ്. അപ്പോൾ 3 കർവ്സ് ഉപയോഗിച്ചിട്ടും ഈ റീജിയൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ 3 കർവ്? സബ്ലിമേഷൻ കർവ്, ഫ്യൂഷൻ കർവ് ആൻഡ് വേപ്പറൈസേഷൻ കർവ്. അല്ല, സബ്ലിമേഷൻ കർവ് എന്ന് പറഞ്ഞാൽ ബി ഒനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ബി ഒ എന്നുള്ള കർവ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ബി ഒ എന്ന കർവിൻ്റെ 2 സൈഡിലും എന്തൊക്കെയാണുള്ളത്? ഒന്നിൽ സോളിഡാണ്, രണ്ടാമത്തേത് വേപ്പറാണ് അല്ലേ? ബി ഒ എന്ന കർവിൻ്റെ 2 വശങ്ങളിലും നോക്കുക. ഒന്ന് സോളിഡ്, രണ്ടാമത്തേത് വേപ്പർ അല്ലേ? അപ്പോൾ സോളിഡ് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രോസസ്സിന് എന്താ പറയുക? സബ്ലിമേഷൻ എന്ന് പറയാം. അതുകൊണ്ട് ആ കർവിനെ നമ്മൾ എന്ത് ചെയ്തു? സബ്ലിമേഷൻ കർവ് എന്ന് പേരിട്ടു. അതുപോലെ തന്നെ ഫ്യൂഷൻ കർവ് എ ഒ ആണ് അല്ലേ? അതിൻ്റെ ഇരുവശങ്ങളിലും ഉള്ള സബ്സ്റ്റൻസ് മീൻസ് സ്റ്റേറ്റുകൾ എന്തൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റും രണ്ടാമത്തത് ലിക്വിഡ് സ്റ്റേറ്റുമാണ് അല്ലേ? അപ്പോൾ ലിക്വിഡ് സോളിഡ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് എന്താ പറയുക? ഫ്യൂഷൻ എന്നല്ലേ പറയുക. അതുകൊണ്ട് തന്നെ ഈ കർവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂഷൻ കർവ് എന്ന് പേര് വിളിക്കാം. അപ്പോൾ എ ഒ എന്തിനെ പറയുന്നത്? ഫ്യൂഷൻ കർവാണ്. ഇനി നമുക്ക് എന്താ പറയുക? വേപ്പറൈസേഷൻ കർവ് സി ഒ എന്ന കർവാണ് വേപ്പറൈസേഷൻ കർവ്. വേപ്പറൈസേഷൻ കർവിൻ്റെ ഇരുവശങ്ങളിലും ലിക്വിഡും വേപ്പറുമാണുള്ളത് അല്ലേ? അതായത് ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ സ്റ്റേജാണ്. അതായത് ഇതിനെന്താ പറയുക? വേപ്പറൈസേഷൻ എന്നാ പറയുക. അതുകൊണ്ട് തന്നെ ആ കർവിനെ വേപ്പറൈസേഷൻ കർവ് എന്ന് പറയുന്നു. ഓക്കെ, the point on the sublimation curve BO represent the states in which the solid and vapor phases coexist. The point on the fusion curve AO represent the states in which solid and liquid phases coexist. അതുപോലെ തന്നെ the point on the vaporization curve CO represent the state in which the liquid and vapor phases coexist. അപ്പോൾ 3 കർവുകളിലും ഏതൊക്കെയാണ് കോഎക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കണം. അപ്പോൾ സബ്ലിമേഷൻ കർവിൽ സോളിഡും വേപ്പറുമായിട്ടുള്ള ഫേസുകളാണ് കോഎക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫ്യൂഷനിലാണെങ്കിൽ ലിക്വിഡും സോളിഡ് ഫേസുകളാണ് അവിടെ കോഎക്സിസ്റ്റ് ചെയ്യുന്നത്. വേപ്പറൈസേഷൻ കർവിൽ എന്തൊക്കെയാ? ലിക്വിഡും വേപ്പറും ആണ് കോഎക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഗ്രാഫിൽ ഒ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് കാണാൻ കഴിയും അല്ലേ? ഒ എന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ? 3 കർവുകളും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അല്ലേ ഒ എന്ന പോയിന്റ്. അപ്പൊ ഈ പോയിന്റിനെയാണ് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രിപ്പിൾ പോയിന്റ് അതായത് ദ ടെമ്പറേച്ചർ ആൻഡ് pressure at which the fusion curve, the vaporization curve and the sublimation curve meet and all the 3 phases of the substance coexist is called triple point of the substance. അതായത് ടെമ്പറേച്ചർ പ്രഷർ ഡയഗ്രാമിൽ എന്താ ഒരു പോയിന്റ് ഉണ്ട്, ഒ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്.
ഈ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ഒരു പ്രഷറും ഒരു ടെമ്പറേച്ചറും, ഒരു പർട്ടിക്കുലർ പ്രഷറിലും ഒരു ടെമ്പറേച്ചറിലും 3 കർവുകളും മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു 3 കർവുകളും മീറ്റ് ചെയ്യുകയും ആ 3 ഫേസുകളും ഈക്വൽ ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു പോയിന്റ് ആണ് O എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. സോ ദിസ് പോയിന്റ് ഈസ് കോൾഡ് ട്രിപ്പിൾ പോയിന്റ്. മനസ്സിലായല്ലോ? ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് വിച്ച് the fusion curve, vaporization curve and the sublimation curve meet and all the 3 phases of the substance coexist in is called triple point of the substance. Okay, അപ്പോൾ എക്സാമ്പിള് വാട്ടറിന്റെ കേസിൽ വാട്ടറിന്റെ ട്രിപ്പിൾ പോയിന്റിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാ? 273.16 കെൽവിനും അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് 6.11 into 10⁻³ പാസ്കലും ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ അതിന് മനസ്സിലാവും ട്രിപ്പിൾ പോയിന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -56.6 ആണ് ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് 5.11 atm ആയിരിക്കും പ്രഷർ. ഓക്കെ, ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചു അല്ലെ. ഹീറ്റ് കപ്പാസിറ്റി എന്തിനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ 1 യൂണിറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് അല്ലെ. അതായത് 1 ഡിഗ്രി മാറാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ 1 ഡിഗ്രി ചേഞ്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്. അതേപോലെ തന്നെ ഇതും ലാറ്റന്റ് ഹീറ്റും എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ആണ് ഫോർ എ സബ്സ്റ്റൻസ് ആണ്. പക്ഷെ അത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനല്ല അവിടെ യൂസ് ചെയ്യുന്നത്, പകരം അതിന്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. കാരണം എന്താ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്റെ സമയത്ത് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്, അത് നമുക്കറിയാം അല്ലെ. അപ്പോൾ എന്താ, ഒരു ബോഡിക്ക് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിന് ലിക്വിഡ് സ്റ്റേറ്റ് ആവാൻ വേണ്ടി, കംപ്ലീറ്റ്ലി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആവാൻ വേണ്ടിയിട്ട് എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഇതിനെയാണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. Okay, latent heat of the substance is the amount of heat energy required to change the state of unit mass of the substance from solid to liquid or from liquid to gas or vapor without any change in the temperature. മനസ്സിലായില്ലേ? ടെമ്പറേച്ചറിന് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല, കാരണം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിനെയാണ് എന്ത് പറയുക? ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലോ? ദ ഹീറ്റ് റിക്വയർഡ് ഡ്യൂറിംഗ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഹീറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ദ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് അണ്ടർഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. Thus, if mass m of the substance undergoes a change from one state to another, then the quantity of heat required is given by Q is equal to ml. അതായത് നമുക്കറിയാം ഹീറ്റ് റിക്വയർഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹീറ്റ് റിക്വയർഡ് ചെയ്യുന്നത് ഇവിടെ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഫോർ ദി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ദ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് അണ്ടർഗോയിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതിന്റെ മാസിനെയും പിന്നെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് എന്നിനി മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ Q is equal to ml എന്ന് എഴുതാം. അതിൽ Q എന്ന് പറയുന്നതാണ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ്, M എന്ന് പറഞ്ഞ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്, പിന്നെ L എന്ന് പറഞ്ഞാലോ ലാറ്റന്റ് ഹീറ്റ്. അപ്പൊ ഇതിന് നമുക്ക് ലാറ്റന്റ് ഹീറ്റിനുള്ള ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാലോ. L is equal to Q by M എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ where L is known as latent heat and is a characteristics of സബ്സ്റ്റൻസ്. അതായത് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഓരോ സബ്സ്റ്റൻസിനും വ്യത്യസ്തം ഉണ്ടായിരിക്കും. അത് ഓരോന്നിനും യുണീക്ക് ആയിട്ട് ഉണ്ടാവുന്ന ഇതായിരിക്കും.
ഇപ്പൊ ലാറ്റന്റ് ഹീറ്റിന് SI യൂണിറ്റ് നമുക്ക് നോക്കി നോക്കാം. എങ്ങനെ SI യൂണിറ്റ് കണ്ടുപിടിക്കാം? Q/m ആണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ Q എന്ന് പറഞ്ഞാൽ ജൂളാണ് അല്ലെ, ജൂള്. Q പറഞ്ഞാൽ എനർജിയാണ്, എനർജിയുടെ യൂണിറ്റ് ജൂള്. പിന്നെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. അപ്പോൾ Q/m എന്ന് പറയുമ്പോൾ ജൂൾ പെർ കിലോഗ്രാം എന്ന് വരും. ഓക്കെ, അപ്പോൾ ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി the value of L also depends upon pressure. അത് നമുക്ക് അറിയുന്ന കാര്യം. Its value is usually quoted at standard atmospheric pressure. അപ്പൊ നമ്മൾ അതിന്റെ വാല്യൂ ഒരു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് കോട്ട് ചെയ്യുക. The latent heat for the solid liquid state change is called latent heat of fusion, and that for liquid gas state change is called latent heat ഫോർ വേപ്പറൈസേഷൻ. അപ്പൊ നമുക്കറിയാം ഇതിങ്ങനെ രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ, സ്റ്റേറ്റിൽ ചേഞ്ചുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഒന്ന് സോളിഡ് ടു ലിക്വിഡ്. സോളിഡ് ലിക്വിഡായി മാറുന്നതിന് എന്ത് പറയും? ആ സമയത്ത് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് എന്ത് പറയുക? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. LF എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന സ്റ്റേറ്റ് ചേഞ്ചിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് പറയണത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നാണ്. അതാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നാ പറയാ. അതിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ LV എന്നാണ്. ഓക്കെ, ദീസ് ആർ ഓഫൺ റെഫേർഡ് ടു ആസ് ദ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. നമുക്ക് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. When 0.15 kilogram of ice at 0 degree Celsius is mixed with 0.30 kilogram of water at 50 degree Celsius in a container, the resulting temperature is 6.7 degree Celsius. Calculate the heat of fusion of ice. നമുക്കിവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. 4186 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ LF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം. എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഐസ് തന്നിട്ടുണ്ട്. ഐസിന്റെ മാസ് 0.15 കിലോഗ്രാം ആണ്. ഈ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസാണ്. അത് 0.3 കിലോഗ്രാം ഓഫ് വാട്ടർ 50 ഡിഗ്രി സെൽഷ്യസിലുള്ള 0.3 കിലോഗ്രാം ഓഫ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 6.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ കിട്ടുമ്പോൾ അതിൽ ഐസിന്റെ ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഐസിന് സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ഐസ് ഗെയിൻ ചെയ്യും. അതേപോലെ തന്നെ വാട്ടർ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിന്. അത് 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയുക ചെയ്യുന്നത്. അപ്പോൾ സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ലോസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് രണ്ട് ഇതും ഐസും വാട്ടറും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തേണ്ട. അതിന്റെ ടെമ്പറേച്ചർ ആണ് പറഞ്ഞത് 6.7 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ ഐസ് ആണെങ്കിൽ ഐസിന് എന്താ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസാണ്. അത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആവണം. പിന്നെ ആ ഐസ് വാട്ടർ ആയിട്ട് അത് 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. വാട്ടർ ആണെങ്കിലോ 50 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാണ്. അത് ഹീറ്റ് റെഡ്യൂസ് ചെയ്തിട്ട്, അതായത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിട്ട് അത് എത്രയായിട്ട് മാറും? 6.7 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായി മാറും അല്ലെ. അപ്പൊ അതാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്. ഇതിൽ നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അവിടെ ഒരു സ്ഥലത്ത് മാത്രം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നത്. ഐസ് വാട്ടർ ആയി മാറുന്നുണ്ട് അല്ലെ. 0 ഡിഗ്രിയുള്ള ഐസ് 0 ഡിഗ്രിയുള്ള വാട്ടർ ആവുന്ന സ്ഥലത്ത് ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഒരു സിസ്റ്റത്തിൽ എന്തായിരിക്കും ഹീറ്റ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ ദ സിസ്റ്റം. അങ്ങനെ ഒരു സിസ്റ്റം കമ്പൈൻ ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് ലോസ്റ്റ് ബൈ ദ വാട്ടർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ ദ ഐസ്. അതിന് ഈക്വൽ ആയിരിക്കും അല്ലേ.
അപ്പോൾ നമുക്ക് ആദ്യം ഹീറ്റ് ലോസ്റ്റ് ബൈ ദ വാട്ടർ കണ്ടുപിടിക്കാം. ഹീറ്റ് ലോസ്റ്റ് ബൈ ദ വാട്ടർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ പഠിച്ചതാണ്. ഹീറ്റ് റിക്വയർഡ് എന്താ, MS ഡെൽറ്റ ടി, ഡെൽറ്റ ക്യൂ ഇസ് ഇക്വൽ ടു MS ഡെൽറ്റ ടി എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് എഴുതുമ്പോൾ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി വാട്ടർ, മാസ് ഓഫ് ദി വാട്ടർ ആണ്. SW എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, ഡെൽറ്റ ടി W, അതായത് വാട്ടറിന് എന്ത് ചേഞ്ച് ആണ് ടെമ്പറേച്ചറിൽ ഉണ്ടായേ അതാണ് അവിടെ ഡെൽറ്റ ടി W എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. W ഇസ് ഇക്വൽ ടു 0.30 കിലോഗ്രാം എന്ന് എഴുതി. പിന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതിൻ്റെ വാട്ടറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഡെൽറ്റ ടി ടെമ്പറേച്ചർ 50 - 6.7 ഡിഗ്രി സെൽഷ്യസ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 54,376.14 ജൂള് എന്ന് കിട്ടും. ഇതേപോലെ തന്നെ ഹീറ്റ് റിക്വയർഡ് ടു മെൽറ്റ് ഐസ്, ഐസ് മെൽറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് ഫസ്റ്റ് ഐസ് മെൽറ്റ് ചെയ്യിപ്പിക്കണം, പിന്നെയാണ് ഐസിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹീറ്റ് റിക്വയർഡ് ടു മെൽറ്റ് ഐസ് കണ്ടുപിടിക്കണം. അതെത്രയാ, അത് നമുക്കറിയാം. അത് ലാറ്റൻ ഹീറ്റാണ് വരുന്നത് അല്ലേ, ലാറ്റൻ ഹീറ്റാണ് വരുന്നത്. അവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ, M × LF. മാസ് നമുക്കറിയാം 0.15 കിലോഗ്രാം. LF നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ LF അതുപോലെ തന്നെ എഴുതി. ഇനി ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ഐസ് വാട്ടർ ടു ഫൈനൽ ടെമ്പറേച്ചർ. നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ 6.7 ആണ് കിട്ടിയത്. അപ്പോൾ ഐസ് വാട്ടറിൻ്റെ 0 ഡിഗ്രിയിലുള്ള ഐസ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 6.7 ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇത് കണ്ടുപിടിക്കാം. അതും ഇതേപോലെ തന്നെ MS ഡെൽറ്റ ടി കണ്ടുപിടിക്കുക. ഐസിൻ്റെ മാസാണ് വേണ്ടത് 0.15 കിലോഗ്രാം. SW വാട്ടറാണ്, അപ്പോൾ വാട്ടറായി മാറിയല്ലോ. അപ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏതുണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഡെൽറ്റ ടി ഐസ് 0 ഡിഗ്രിയിൽ നിന്ന് 6.7 ആയി മാറുക ചെയ്തത് ഐസ് വാട്ടർ. അപ്പോൾ അതെന്താ 6.7 ഡിഗ്രി സെൽഷ്യസ് - 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതങ്ങനെ എഴുതി. ഇനി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4206.93 ജൂള്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, അടുത്ത സ്റ്റെപ്പ് ഹീറ്റ് ലോസ്റ്റ് ഈസ് ഇക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് നമുക്ക് എഴുതാം. ഹീറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലോസ്റ്റ് ബൈ ദ വാട്ടർ അല്ലേ, ഹീറ്റ് ലോസ്റ്റ് ബൈ ദ വാട്ടർ ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ്. ഹീറ്റ് ഗെയിൻഡ് എന്ന് പറയുമ്പോൾ ഐസ് വാട്ടറായി മാറുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ അതിന് വേണ്ട റിക്വയർഡ് ഹീറ്റ് പ്ലസ് കൂടാതെ എന്താ ഐസ് വാട്ടർ ഫൈനൽ ടെമ്പറേച്ചർ അറ്റൻഡ് ചെയ്യുന്നു, അതിന് റിക്വയർഡ് ആയിട്ടുള്ള ഇത്, അത് രണ്ടും കൂടി സമ്മായിരിക്കും ഹീറ്റ് ഗെയിൻഡിൻ്റെ വരിക. അപ്പോൾ ഹീറ്റ് ലോസ്റ്റ് എന്ന് 54,376.14 ജൂൾ ഈക്വൽ ടു 0.15 കിലോഗ്രാം ഇൻറ്റു LF പ്ലസ് 4206.93 ജൂൾ അങ്ങനെ എഴുതി അതിൻ്റെ വാല്യൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് LF കാൽക്കുലേറ്റ് ചെയ്യാം. LF കാൽക്കുലേറ്റ് ചെയ്യും ഇതെങ്ങനെ ചെയ്യാം, ഹീറ്റ് ലോസ്റ്റ് നിന്ന് ആ 4000 മൈനസ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ മാസ് അത് ചെയ്താൽ കിട്ടും. അപ്പോൾ LF = 3.34 × 10⁵ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ അതങ്ങനെയാണ് LF കണ്ടുപിടിക്കുക. അപ്പോൾ ഇതേ ടൈപ്പ് പ്രോബ്ലംസൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ എന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലേ, അതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുക. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറോ ഹീറ്റിൻ്റെ ഷിഫ്റ്റിങ്, ഹീറ്റ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുക, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുക. അപ്പോൾ സിംപ്ലി നമുക്കറിയാം, അത് വെറുതെ ഇങ്ങനെ പോയാൽ മതിയോ, അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം അല്ലേ. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം കൂടിയ ടെമ്പറേച്ചർ, ഒരു ഭാഗത്ത് കൂടിയ ടെമ്പറേച്ചറാണ്, മറ്റൊരു ഭാഗത്ത് കുറഞ്ഞ ടെമ്പറേച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ടെമ്പറേച്ചർ മൂവ് ചെയ്യും അല്ലേ, ടെമ്പറേച്ചറിന് ഒരു ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയാം. ഹീറ്റ് ഈസ് എനർജി ട്രാൻസ്ഫർ ഫ്രം വൺ സിസ്റ്റം ടു അനദർ ഓർ ഫ്രം one part of the system to another part arising due to temperature difference.
മനസ്സിലായില്ലേ? അപ്പോൾ ദർ ആർ 3 ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ 3 തരത്തിലുണ്ട്. ഒന്നാമത്തത് കണ്ടക്ഷൻ, രണ്ടാമത്തെ കൺവെൻഷൻ, മൂന്നാമത്തത് റേഡിയേഷൻ. കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. ഓക്കെ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. മനസ്സിലായല്ലോ? ഫസ്റ്റ് വൺ കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്താന്ന് പറയാൻ നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഒരു അയൺ റോഡ് എടുക്കാം. അയൺ റോഡ് എടുത്തിട്ട് ഒരറ്റം നിങ്ങളുടെ ഹാൻഡ് കൊണ്ട് പിടിക്കുക, മറ്റത് നിങ്ങൾ ചൂടാക്കുക. ചൂടാക്കുമ്പോൾ എത്ര സമയം നിങ്ങൾക്കത് പിടിച്ചു നിൽക്കാൻ പറ്റും? വളരെ കുറച്ച് സമയം പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, നമുക്ക് ചൂട് അനുഭവപ്പെടും അല്ലേ? അതെന്തുകൊണ്ടാണ്? അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതായത് ചൂട് കൂടിയ വശം, ഒരു വശത്ത് നമ്മൾ ചൂടാക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലാണ്, മറ്റേ വശത്താണെങ്കിലോ ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ഫ്ലോ ഉണ്ടായിട്ട് നമ്മുടെ ഹാൻഡ് ഇരിക്കുന്ന റീജിയനിലേക്കും ഹീറ്റ് എത്തുകയും നമുക്കത് ചൂട് അനുഭവപ്പെടുകയും ചെയ്യും. ഇസ് ഇറ്റ്? അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ഹീറ്റ് ഇവിടെ എത്തുന്നത്? എങ്ങനെ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? അത് പറയാൻ നമുക്ക് ഇതൊരു അയൺ റോഡാണ് അല്ലേ? ഈ അയൺ റോഡിൽ ധാരാളം മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, അയൺ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അയൺ മോളിക്യൂൾസ് ഒക്കെ ഇത് സോളിഡാണ്. അപ്പോൾ സോളിഡാണ്, അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾസ് എല്ലാം പരസ്പരം അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അയൺ റോഡ് ചൂടാക്കുമ്പോൾ, ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് മോളിക്യൂളിന് എനർജി കിട്ടുന്നുണ്ട്, ഹീറ്റ് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടിയ എനർജി കൊണ്ട് രണ്ടാമത്തെ മോളിക്യൂൾ, അത് തൊട്ടടുത്തുള്ള മോളിക്യൂളിന് ആ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ മോളിക്യൂൾ മൂന്നാമത്തെ മോളിക്യൂളിന് അത് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ റോഡിൻ്റെ നെക്സ്റ്റ് സൈഡ് വരെയും എത്തും. ഇതാണ് അയൺ റോഡിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചൂട് അനുഭവപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഈ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയാം. അപ്പോൾ കണ്ടക്ഷൻ നമുക്കൊരു ഡെഫിനിഷൻ പറയാം. എന്താണ് കണ്ടക്ഷൻ? തെർമൽ കണ്ടക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് തെർമൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം the hotter to the colder part of the body, or from a hot body to a cold body in contact with each other without the transfer of material particle. ഇവിടെ മെറ്റീരിയൽ പാർട്ടിക്കിൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? അത് നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്, പക്ഷെ അതിന് എനർജി കിട്ടുന്നുണ്ട്. അത് അവിടെ നിന്നുകൊണ്ട് തന്നെ തൊട്ടടുത്ത മോളിക്യൂളിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുക? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? തെർമൽ കണ്ടക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് തെർമൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി ഹോട്ടർ to the colder part of the body, and from a hot body to a cold body in contact with each other without the transfer of material particle. അപ്പോൾ മെറ്റീരിയൽ പാർട്ടിക്കിൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നൊന്നുമില്ല, ബട്ട് ഓൺലി ദ എനർജി മാത്രമാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. സപ്പോസ് വൺ എൻഡ് ഓഫ് ദി മെറ്റാലിക് റോഡ് ഈസ് പുട്ട് ഇൻ ഫ്ലെയിം. The other end of the rod will soon be so hot that you cannot hold it by your bare hands. Here, the heat transfer takes place by the conduction from the hot end of the rod through its different parts to the other end. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു റോഡിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഫ്ലെയിം കൊടുത്തു. അപ്പോൾ അത് ഹീറ്റായി. അങ്ങനെ ഹീറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പാർട്ടിലേക്കും അത് ട്രാൻസ്ഫർ ചെയ്യും വിത്തൗട്ട് ദ ആക്ച്വൽ മോഷൻ ഓഫ് പാർട്ടിക്കിളിൻ്റെ മോഷൻ അവിടെ ഉണ്ടാവുന്നില്ല, പക്ഷെ ഹീറ്റ് മാത്രമേ അവിടെ ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. ഒരു മോളിക്യൂളിൽ നിന്ന് മറ്റൊരു മോളിക്യൂളിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങനെ ആണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെറ്റാലിക് റോഡ് കൺസിഡർ ചെയ്യുക, ആൻഡ് ഹാവിങ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആൻഡ് ലെങ്ത് എൽ. ദെൻ ഇതിന് രണ്ട് എൻഡ് ഉണ്ടാവുമല്ലോ. ഒരു എൻഡ് TC ടെമ്പറേച്ചറുള്ള ഒരു
സിസ്റ്റത്തിലും മറ്റേ എൻ്റെ TD ടെമ്പറേച്ചറുള്ള ഒരു സിസ്റ്റത്തിലും ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ TC ഈസ് ഗ്രേറ്റർ ദാൻ TD ആയിരിക്കണം. TC എന്ന് പറയുമ്പോൾ ആ ടെമ്പറേച്ചർ കൂടുതലും TDക്ക് ടെമ്പറേച്ചർ കുറവുമായിരിക്കണം. അപ്പോൾ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ അവിടെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. Let us assume the ideal condition that the sides of the bar are fully insulated so that no heat is exchanged between the sides and the surroundings. അതായത് ഇതിൻ്റെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഫുള്ളി ഇൻസുലേറ്റഡ് ആയിരിക്കണം. അതിൻ്റെ സൈഡ്സിലൂടെയോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലേക്കോ ഹീറ്റിൻ്റെ ഫ്ലോ ഉണ്ടാവരുത്. ഹീറ്റ് ഫ്ലോ ഓൺലി ത്രൂ ദ റോഡ് കൂടെ മാത്രമേ ഹീറ്റ് ഫ്ലോ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ സം ടൈം a steady state is reached. The temperature of the bar decreases uniformly with distance from TC to TD. അത് നമുക്കറിയാം. ഇപ്പോൾ TC എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിലും TD എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറുമാണ്. അപ്പോൾ TC എന്ന സിസ്റ്റത്തിൽ നിന്ന് TD എന്ന ഇതിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും അല്ലേ? ഹീറ്റ് ഫ്ലോ ചെയ്യും. അതായത് ഈ റോഡിലൂടെ ആവും ഹീറ്റ് ഫ്ലോ ചെയ്യാം. അപ്പോൾ എന്താ, ഹീറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യല്ലേ ചെയ്യാം. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് ഒരു യൂണിഫോം ആയിട്ട് ഒരു സ്റ്റഡി ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യും ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റാണ്. അതായത് ഹീറ്റ് കറൻറ്റ് എന്നാണ് പറയുക. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിന് ഹീറ്റ് കറൻറ്റ് എന്നും പറയും. അപ്പോൾ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് H എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. H ഈസ് പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു L. അപ്പോൾ H എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസിനും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. പക്ഷെ ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് കിട്ടും H ഇസ് ഇക്വൽ ടു K ഇൻറ്റു A ഇൻറ്റു TC മൈനസ് TD ഡിവൈഡഡ് ബൈ L. അപ്പോൾ ഇതിൽ A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി റോഡാണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി റോഡാണ്. TC പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറും TD എന്ന് പറഞ്ഞാൽ ലോവർ ടെമ്പറേച്ചറിലുള്ള എൻഡുകളുടെ ടെമ്പറേച്ചറാണ്. ആ റോഡിൻ്റെ രണ്ടറ്റത്തുള്ള ടെമ്പറേച്ചറാണ് പറയുന്നത്. ഇനി ഇതിലറിയാത്തത് എന്താ? K എന്ന ലെറ്റർ അല്ലേ? K എന്ന് പറഞ്ഞാൽ ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷനായി എഴുതുമ്പോൾ ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുക്കണം. ആ കോൺസ്റ്റൻ്റ് ആണ് K. ഇതിനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ ദ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് K ഫോർ എ മെറ്റീരിയൽ ദ മോർ റാപ്പിഡ്ലി വിൽ ഇറ്റ് കണ്ടക്ട് ഹീറ്റ്. അതായത് നമ്മളെ മെറ്റീരിയലിന് Kയുടെ വാല്യൂ ഹൈ ആണെന്ന് കരുതാം. അങ്ങനെ ഹൈ ആവുമ്പോൾ അത്രയും പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. Kയുടെ വാല്യൂ കുറവാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. അതാണ് ഇവിടെ അല്ല. ഇതാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? H ഇസ് ഇക്വൽ ടു K ഇൻറ്റു A ഇൻറ്റു TC മൈനസ് TD ഡിവൈഡഡ് ബൈ L. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. നമ്മളിപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ? അതിൻ്റെ ഇക്വേഷനും ഡിറൈവ് ചെയ്തു. അതിലത്തെ K എന്നതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് K ഈസ് ഇക്വൽ ടു H ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഇൻറ്റു TC മൈനസ് TD എന്ന് എഴുതും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? അതിനെ ഡിഫൈൻ ചെയ്യാം. കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റീനെ ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയെന്ന് നോക്കൂ. ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ യൂണിറ്റ് ടൈം ഡ്യൂറിങ് എ സ്റ്റഡി സ്റ്റേറ്റ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഓഫ് എനി cross section of a substance under a unit temperature gradient with the heat flow being normal to the area.
അപ്പോൾ ആ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എച്ച് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ആണ് അല്ലേ? അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ഉണ്ടാവുന്ന ഹീറ്റിന്റെ ഫ്ലോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ യൂണിറ്റ് ടൈം. അതാണ് എച്ച് എന്ന് പറയുന്നത്. എച്ച് ഡ്യൂറിങ് എ സ്റ്റഡി സ്റ്റേറ്റ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഓഫ് എനി ക്രോസ് സെക്ഷൻ ഓഫ് ദി സബ്സ്റ്റൻസ്. അപ്പോൾ ഡിവൈഡഡ് ബൈ എ എന്ന് പറയണില്ലേ, അതിന് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ അണ്ടർ എ യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിനെ എന്ന് പറയുന്നത് TC മൈനസ് TD ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ് അത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്ത്? കോഎഫിഷ്യൻറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ തെർമൽ കണ്ടക്ടിവിറ്റി? It is defined as the amount of heat conducted in unit time during a steady state through a unit area of any cross section of a substance under a unit temperature gradient with the heat flow being normal to the area. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഹീറ്റ് ഫ്ലോയിൻ്റെ ഡയറക്ഷൻ എങ്ങനെ? നോർമൽ ടു ദ ഏരിയ ആണ്. അതായത് ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഹീറ്റ് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താ? കോഎഫിഷ്യൻറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ അതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ജൂൾ പെർ മീറ്റർ പെർ സെക്കൻഡ് പെർ കെൽവിൻ. ഓക്കെ, അത് മനസ്സിലായി. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജൂൾ പെർ എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പവർ ആണ് അല്ലേ? പവറിൻ്റെ യൂണിറ്റ് വാട്ട്. അപ്പോൾ അത് വേറൊരു യൂണിറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. വാട്ട് പെർ മീറ്റർ പെർ കെൽവിൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഗ്രേറ്റർ ദ തെർമൽ കണ്ടക്ടിവിറ്റി ദ ഫാസ്റ്റർ ഹീറ്റ് എനർജി ഫ്ലോസ് ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഗ്രേറ്റർ ആണ് തെർമൽ കണ്ടക്ടിവിറ്റി ഗ്രേറ്റർ ആണെങ്കിൽ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത്, ഹീറ്റ് എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിരിക്കും. മെറ്റൽസ് ഹാവ് ഹയർ തെർമൽ കണ്ടക്ടിവിറ്റി ദാൻ നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസിനേക്കാളും ഹയർ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് എന്തിനുള്ളത്? മെറ്റൽസിന് ഉള്ളത്. അത് നമുക്കറിയാം. മെറ്റൽസ് അല്ലേ കൂടുതൽ കണ്ടക്ടേഴ്സ്. ചൂട് ഏറ്റവും കൂടുതൽ മെറ്റൽസിലാണ് ഉണ്ടാവുക. അപ്പോൾ വുഡിൻ്റെ കേസും ഒരു അയൺ റോഡിൻ്റെ കേസും എടുത്ത് നോക്കുക വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതിനാണ് ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുക. ഓഫ് കോഴ്സ് ആയിട്ടും നമ്മളെ മെറ്റൽ റോഡിനായിരിക്കും അല്ലേ. ഇനി അടുത്തത്, the insulators have a very low thermal conductivity. As the result, heat energy cannot be easily conducted through air. അപ്പോൾ ഈ ഇൻസുലേറ്റേഴ്സിന്റെ പ്രത്യേകത എന്താ? കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ ലോ ആണ് അല്ലേ? കണ്ടക്ടിവിറ്റി ലോ ആണ്, അതായത് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണുള്ളത്. സോ നമുക്ക് പറയാൻ പറ്റും എയറിന് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടൊന്നും അനുഭവപ്പെടാത്തത്. കണ്ടോ, ഹീറ്റ് എനർജി കാനോട്ട് ബി ഈസിലി കണ്ടക്റ്റഡ് ത്രൂ എയർ കൂടെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യുന്ന വിചാരിച്ചാൽ നമുക്കൊരു സർട്ടൈൻ ഡിസ്റ്റൻസിൽ ഒരു എന്തെങ്കിലും ഒരു ബേണിങ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമുക്കടക്കം വളരെ ചൂട് അനുഭവപ്പെടാം, നല്ലൊരു ചൂട് അനുഭവപ്പെടും. ഇപ്പോൾ എവിടെയെങ്കിലും ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ എയറിലൂടെ അത്രയും പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. അപ്പോൾ എയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ലോ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് എയറിനുള്ളത് എന്ന് പറയാം. ഇപ്പം ഗ്യാസ് ആർ പുവർ തെർമൽ കണ്ടക്ടേഴ്സ് വൈൽ ലിക്വിഡ്സ് ഹാവ് കണ്ടക്ടിവിറ്റി ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ സോളിഡ്സ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ ഗ്യാസിന് പുവർ തെർമൽ കണ്ടക്ടേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഗ്യാസ് എയർ എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി ലോ ആണ്. അത് പക്ഷെ സോളിഡ്സിന് അതിനേക്കാൾ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ലിക്വിഡ്സ് എന്ന് പറയുന്നതോ, ലിക്വിഡ്സിന് ഇവരുടെ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക കണ്ടക്ടിവിറ്റി. ലിക്വിഡ്സിൽ ഇത് ഇന്റർമീഡിയറ്റ് ആയിട്ടായിരുന്നു ഉണ്ടാവുക. The substance with relatively large thermal conductivities are good thermal conductors. അപ്പോൾ ലാർജ് തെർമൽ കണ്ടക്ടിവിറ്റീസ് കൂടുതലുള്ളത് ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ് ആയിരിക്കും, ലൈക്ക് മെറ്റൽസ്. ആൻഡ് ദ സബ്സ്റ്റൻസ് വിത്ത് റിലേറ്റീവ്ലി സ്മാൾ തെർമൽ കണ്ടക്ടിവിറ്റീസ് ആർ ഗുഡ് തെർമൽ ഇൻസുലേറ്റേഴ്സ്. മറ്റത് ഗുഡ് തെർമൽ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ വുഡ്, ഗ്ലാസ്, വൂള്, ഇതൊക്കെ എക്സാമ്പിളാണ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ
സം മെറ്റീരിയൽസിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, ഗ്യാസസ് എന്നിങ്ങനെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെറ്റലിൻ്റെ പാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെറ്റൽസിന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണുള്ളത് അല്ലേ. അതേപോലെ തന്നെ നോൺ മെറ്റൽസിന് എടുക്കുകയാണെങ്കിലോ മെറ്റൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോൺ മെറ്റൽസിന് പുവറാണ്, കണ്ടക്ടിവിറ്റി പുവറാണ്. പിന്നെ ഗ്യാസിൻ്റെ കേസിലാണെങ്കിലോ വെരി പുവറാണ് അല്ലേ, ഗ്യാസിന് വളരെ പുവറാണ്. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് നടക്കുന്നുണ്ട്. അതായത് കണ്ടക്ഷനിൽ നമുക്കറിയാം മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ നടക്കുന്നില്ല. സിംപ്ലി ദ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പോർഷൻ ടു അതർ, അതാണ് നടക്കുന്നത്. അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ കൺവെക്ഷൻ്റെ കേസിൽ എന്താ വെച്ചാൽ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ടേക്സ് പ്ലേസ്. അപ്പോൾ അവിടെ എന്താ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് നടക്കുന്നത്. ഹീറ്റഡ് പാർട്ടിക്കിൾസ് ആണ്, നമ്മൾ ഹോട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അവിടെ മൂവ് ചെയ്യുക. മനസ്സിലായോ? ആ എനർജി ലഭിച്ച പാർട്ടിക്കിൾസ് അവിടെ മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ തെർമൽ കൺവെക്ഷൻ ഈസ് ദ process by which heat is transferred from one point to another by the actual movement of heated material particles from a higher temperature location to the lower temperature location. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഹയർ ടെമ്പറേച്ചർ ലൊക്കേഷനും ലോവർ ടെമ്പറേച്ചർ ലൊക്കേഷനിലേക്ക് ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ഹീറ്റഡ് മെറ്റീരിയൽ പാർട്ടിക്കിൾസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന ഇതിനെയാണ് ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയാം, കൺവെക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ഫ്ലൂയിഡ്സിലാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. പിന്നെ കൺവെക്ഷൻ ക്യാൻ ബി നാച്ചുറൽ ഓർ ഫോഴ്സ്ഡ്. രണ്ട് തരത്തിലുള്ള കൺവെക്ഷൻ നടക്കാം, നാച്ചുറൽ കൺവെക്ഷനും ഫോഴ്സ്ഡ് കൺവെക്ഷനും. നമുക്ക് ഇനി നാച്ചുറൽ കൺവെക്ഷൻ എന്താണെന്ന് നോക്കാം. നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ പേരിലുള്ള പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുണ്ടാവുന്ന ഒരു കൺവെക്ഷനാണ് നാച്ചുറൽ കൺവെക്ഷൻ. ദർ വിൽ ബി നോ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഒരു ഫോഴ്സും അവിടെ ആക്ട് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയാം. നാച്ചുറൽ കൺവെക്ഷൻ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാവിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഗ്രാവിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദർ മസ്റ്റ് ബി എ ഡെൻസിറ്റി വേരിയേഷൻ ഇൻ ദ മീഡിയത്തിൽ ഒരു ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടാകണം, ഒരു ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടാവണം. ഇത് രണ്ടുമാണ് നാച്ചുറൽ കൺവെക്ഷൻസിന് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് നാച്ചുറൽ കൺവെക്ഷൻ, എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അതിനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുക വെച്ചാൽ നമ്മൾ വാട്ടർ, കോൾഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യണം എന്ന് കരുതാം. ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലെടുത്തു. പാത്രത്തിൻ്റെ ബോട്ടം പോർഷനിലാണ് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യാം അല്ലേ. ബോട്ടം പോർഷനിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പോർഷനിലുള്ള വാട്ടർ മോളിക്യൂൾസ് ഹീറ്റ് എനർജി കിട്ടും അല്ലേ. ആ പോർഷനിലുള്ള ബോട്ടം പോർഷനിലുള്ള വാട്ടർ മോളിക്യൂൾസിന് ഹീറ്റ് എനർജി കിട്ടും. അങ്ങനെ ഹീറ്റ് എനർജി കിട്ടുമ്പോൾ അത് ഹോട്ടർ പാർട്ടിക്കിൾസ് ആയി മാറില്ലേ. അങ്ങനെ ഹോട്ടർ പാർട്ടിക്കിൾസ് ആയി മാറുമ്പോൾ ആ റീജിയൻ എക്സ്പാൻഡ് ചെയ്യും. അതായത് നമുക്കറിയാം വാട്ടർ ഏതൊരു സബ്സ്റ്റൻസും ഹോട്ട് അല്ല ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. അതേപോലെ ആ റീജിയൻ എക്സ്പാൻഡ് ചെയ്യും. ആ റീജിയൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് ബൊയാൻസി കാരണം മുകളിലേക്ക് റൈസ് ചെയ്യും. അങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്യുമ്പോൾ ഈ മുകളിലേക്ക് റൈസ് ചെയ്യാൻ ഒന്ന് ബൊയാൻസി, രണ്ടാമത്തെ കാരണം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ ലെസ് ഡെൻസ് ആയി മാറി. ആ പാർട്ടിക്കിൾസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾസ് ഒക്കെ ലെസ് ഡെൻസ്ഡ് ആയിട്ട് മാറി. അങ്ങനെ ലെസ് ഡെൻസിറ്റി ഉള്ള സാധനങ്ങളെല്ലാം മുകളിലല്ലേ വരിക. ഡെൻസിറ്റി കൂടിയ പാർട്ടിക്കിൾസ് താഴെയും ഡെൻസിറ്റി കുറഞ്ഞ പാർട്ടിക്കിൾസ് മുകളിലുമാണ് സാധാരണ നിൽക്കുക. അപ്പം എന്താ ചെയ്യുക, ഈ ബോട്ടം പോർഷനിലുള്ള പാർട്ടിക്കിൾസിന് മുകളിലേക്ക് റൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. കൂടാതെ ബൊയാൻസി ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യും, മുകളിലേക്ക് ഉയർന്നു പോകും. ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ ആ മുകളിലത്തെ പാർട്ടിക്കിൾസ് ഹീറ്റഡ് പാർട്ടിക്കിൾസ് അല്ല, അതിൻ്റെ ടെമ്പറേച്ചർ ലോ ആണ്. അങ്ങനെ ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ആ പ്ലേസ് അതായത് ബോട്ടം പോർഷൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് വരും.
ഓക്കെ, ബോട്ടം പോർഷൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോൾഡർ ആയിട്ടുള്ള, അതായത് കോൾഡർ പാർട്ടിക്കിൾസ് ഡെൻസിറ്റി കൂടുതലുമാണ്, അപ്പോൾ അത് താഴേക്ക് ബോട്ടം പോർഷനിലേക്ക് വരും. ഇങ്ങനെ വന്ന ഈ കോൾഡർ പാർട്ടിക്കിൾസ് again will absorb heat and become hotter particles and become dense, low density particles ആയിട്ട് മാറും. And then it will again rise up due to the buoyancy. Buoyancy കാരണം പിന്നെയും റൈസ് ചെയ്യും, എന്നിട്ട് അപ്പർ പോർഷനിലെത്തും. That bottom portion will replaced by the colder particles or high density particles. ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള കോൾഡർ പാർട്ടിക്കിൾസ് റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും, എല്ലാ പോർഷനിലേക്കും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. അപ്പം നാച്ചുറൽ കൺവെക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ? ഇതിനൊരു ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിന്ന് ബബിൾസ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് കാണാം അല്ലെ. ഈ ബബിൾസ് മുകളിലേക്ക് വരാൻ കാരണം തന്നെ ഇതാണ്, ലെസ് ഡെൻസിറ്റി ആയതുകൊണ്ടാണ് അതിങ്ങനെ മുകളിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് പറയാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ നാച്ചുറൽ കൺവെക്ഷൻ ഗ്രാവിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വെൻ എ ഫ്ലൂയിഡ് ഈസ് ഹീറ്റഡ് ഫ്രം ബിലോ. The hotter part expand and therefore the upper colder part replace it. This again gets heated, rise up and it is replaced by the relatively colder part of the fluid. The process goes on. Natural or free convection occur when the material moves due to the difference in the density in the medium. Okay. മനസ്സിലായില്ലേ? ഇനി ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് നോക്കാം നാച്ചുറൽ കൺവെക്ഷൻ്റെ. ഏതൊക്കെയാ? ഒന്ന് ട്രേഡ് വിൻഡ്, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് ആൻഡ് മൾച്ച്. ഇതൊക്കെയാണ് നാച്ചുറൽ കൺവെക്ഷൻ്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് ഫോഴ്സ്ഡ് കൺവെക്ഷൻ നോക്കാം. പേരിലുള്ള പോലെ തന്നെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്താ? അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഫോഴ്സ് ഉപയോഗിച്ചിട്ട്, ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അവിടെ കൺവെക്ഷൻ നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വല്ല ഫാനോ അല്ലെങ്കിൽ പമ്പോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഫോഴ്സ്, ആ പാർട്ടിക്കിൾസിന് ആ ഫോഴ്സ് കൊടുക്കുക. അങ്ങനെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്ക് പോയിട്ട് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ forced convection occur when the medium is forced to move by means of a fan or a pump. Examples പറഞ്ഞാൽ circulatory system, cooling system and heat connector of automobiles. അതായത് ഇപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം നമുക്ക് അറിയാം, നമ്മുടെ ഹേർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പമ്പാണ് അല്ലേ. ഹാർട്ട് ഒരു പമ്പാണ്. അങ്ങനെയാണ് അതിലത്തെ മെറ്റീരിയൽ പാർട്ടിക്കിൾസ്, അതിലെ പാർട്ടിക്കിൾസിനെ, അതായത് എനർജി ഉണ്ടല്ലോ, ഈ പാർട്ടിക്കിൾസ് എല്ലാ ഭാഗത്തും എത്തുന്നത് ഒരു പമ്പ് ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പല സിസ്റ്റങ്ങളിലും നമ്മൾ പമ്പ് ഉപയോഗിക്കാറുണ്ട്, ഫാൻ ഉപയോഗിക്കാറുണ്ട്. എനർജി നമുക്ക് അങ്ങനെ ഒരു കൂളിംഗ് സിസ്റ്റത്തിലൊക്കെ ഫാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സീ ബ്രീസിനെ കുറിച്ചിട്ടും ലാൻഡ് ബ്രീസിനെ കുറിച്ചിട്ടും പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ കൺവെക്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ കൺവെക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സീ ബ്രീസിനെയും ലാൻഡ് ബ്രീസിനെയും പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ സീ ബ്രീസ്, എന്താ ലാൻഡ് ബ്രീസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ സീ ബ്രീസ്? ഡ്യൂറിങ് ഡേ the ground heats up more quickly than large bodies of water do. This occurs both because water has a greater specific heat capacity and mixing current disperses the absorbed heat throughout the great volume of water. The air in contact with the warm ground is heated by conduction. It expands, becoming less dense than the surrounding cooler air. As the result, the warm air rises and the other air moves to fill the space, creating a sea breeze near a large body of water. Cooler air descends and a thermal convection cycle is set up which transfers heat away from the land. അപ്പോൾ അവിടെ നടക്കുന്ന ഇത്രയേ ഉള്ളൂ.
ഡ്യൂറിങ് ഡേ ടൈം ഗ്രൗണ്ട് മോർ ക്വിക്ക്ലി ആയിട്ട് ഹീറ്റ് ആവും. വാട്ടർ ൻ്റെ കേസ് ആണെങ്കിൽ വാട്ടർ ഒരു വലിയ ഒരു വോളിയം ഓഫ് വാട്ടർ ഉള്ളത് സീയിലെ, അതുകൊണ്ട് തന്നെ ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. കൂടാതെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിൻ്റെ വാട്ടറിന്. ഈ ഇതും കൊണ്ട് രണ്ട് പ്രത്യേകതകളുണ്ടും വാട്ടർ ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ലാൻഡ് ഹോട്ടായിട്ടും വാട്ടർ ലെസ് ഹീറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ലാൻഡിൻ്റെ സർഫസിലുള്ള പാർട്ടിക്കിൾസ് ഹീറ്റ് ചെയ്തിട്ട് അത് മുകളിലേക്ക് റൈസ് ചെയ്യും. അങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്യുമ്പോൾ അത് ലെസ് ഡെൻസ് ആയതുകൊണ്ടാണ് അത് മുകളിലേക്ക് റൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലേസിലേക്ക് സീയുടെ സർഫസിലുള്ള കോൾഡർ എയർ വരും. അപ്പോൾ ഒരു കോൾഡ് ബ്രീസ്, സീ ബ്രീസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ ലാൻഡിലെ ഹോട്ടായിട്ടുള്ള എയർ പാർട്ടിക്കിൾസ് മുകളിലേക്ക് ഉയർന്നു പോകും. അതുകൊണ്ട് തന്നെ ലാൻഡിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ എവേ ഫ്രം ദി ലാൻഡിൽ നിന്ന് അത് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയും ചെയ്യും. കോൾഡർ ബ്രീസ് സീയിൽ നിന്ന് ലാൻഡിലേക്ക് വരും. ഇതിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നൈറ്റിൽ സംഭവിക്കുന്നത്. നൈറ്റിൽ പറഞ്ഞാൽ ദ ഗ്രൗണ്ട് ലോസസ് ഇറ്റ്സ് ഹീറ്റ് മോർ ക്വിക്ക്ലി ആൻഡ് ദ വാട്ടർ സർഫസ് ഈസ് വാമർ ദാൻ ദി ലാൻഡ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ലാൻഡിലെ സർഫസിലുള്ള എയർ പാർട്ടിക്കിൾസ് ഹൈ ഡെൻസിറ്റി ആയിരിക്കും. അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ സർഫസിലെ പാർട്ടിക്കിൾ ലോ ഡെൻസിറ്റി ആയിരിക്കും. അത് റൈസ് അപ്പ് ചെയ്യും. അപ്പോൾ ആ പ്ലേസിലേക്ക് കോൾഡ് ആയിട്ടുള്ള എയർ പാർട്ടിക്കിൾസ് ഫ്രം ദി ലാൻഡ് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു കോൾഡ് ബ്രീസ് ലാൻഡിൽ നിന്ന് എവിടേക്ക് വരും? സീയിലേക്ക് വരും. അപ്പോൾ ഇതിനാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ രണ്ട് തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചു. ഒന്ന് കണ്ടക്ഷൻ, രണ്ടാമത്തത് കൺവെക്ഷൻ. ഈ കണ്ടക്ഷനും കൺവെക്ഷൻ്റെയും പ്രത്യേകത, അതിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു അല്ലേ? ഈ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണ് എനർജി ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാം മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതിൻ്റെ പേരാണ് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇന്റർമീഡിയറ്റ് മീഡിയം ഇല്ല. അതായത് ഒരു മെറ്റീരിയൽ പാർട്ടിക്കിൾസിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ ഇല്ല. അല്ലാതെ എന്താ ഉണ്ടാവുക? അവിടെ ഒരു സോഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എനർജി ഡയറക്റ്റ് ആയിട്ട് ഡിഫറെന്റ് പാർട്സിലേക്ക് പോവുക വിത്തൗട്ട് ദ യൂസ് ഓഫ് മീഡിയത്തിൽ യൂസ് ചെയ്യുന്നില്ല. മീഡിയത്തിന്റെ യൂസ് അവിടെ വരുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് എനർജി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുക? റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റേഡിയേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. It is the method of heat transmission in which heat travels directly from one location to another without the use of an intermediary medium. അപ്പോൾ ഇന്റർമീഡിയറി മീഡിയം ഇല്ലാതെ ഉണ്ടാവുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുക? റേഡിയേഷൻ എന്ന് പറയാം. അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് EM വേവ് ആണ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ തരത്തിലുള്ള ഈ ഹീറ്റ് എനർജീനെ നമ്മൾ റേഡിയൻ്റ് എനർജി എന്നാണ് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജീനെ പറയുന്ന പേരാണ് റേഡിയൻ്റ് എനർജീനെ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഇത് എമിറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഒരു റേഡിയേറ്റർ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ അതിൽ ടെമ്പറേച്ചറിന് അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കറിയാം ലാമ്പ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ, അതായത് എമിറ്റ് ചെയ്യില്ലേ, അതൊക്കെ ആ തരത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുക? ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ രൂപത്തിലുള്ള ഹീറ്റ് എനർജി അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യണത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ രൂപത്തിലല്ല ഇത് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യാം. കുറേ ബോഡീസ് ഉണ്ട്, അത് ചിലത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും, ചിലത് എമിറ്റ് ചെയ്യുകയും ചെയ്യും റേഡിയേഷന്. അപ്പോൾ അബ്സോർബ് ചെയ്യുന്ന കേസ് എടുക്കുകയെന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യുന്നതിന് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കളർ ഓഫ് ദി ബോഡിയുടെ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുക. അതായത് ഇപ്പോൾ ഒരു കളർ മാത്രമാണ്, ഒരു ബോഡിയുടെ കളർ ഗ്രീൻ ആണെന്ന് വിചാരിക്കുക.
അങ്ങനെ ഗ്രീൻ ആയിരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കളറിനെയൊക്കെ അത് അബ്സോർബ് ചെയ്യും, ഗ്രീനിനെ മാത്രം എമിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അബ്സോർബ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ബ്ലാക്കിനാണ് കൂടുതൽ അബ്സോർപ്ഷൻ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കളറിനെയും എമിറ്റ് ചെയ്യുന്നില്ല അല്ലേ. അവിടെ മാക്സിമം അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കളറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു കളർ നമ്മൾ പറഞ്ഞ അത് എത്രമാത്രം അബ്സോർബ് ചെയ്യുന്നുണ്ട് എനർജീനെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? This radiation of heat energy takes the form of EM waves. The energy so transferred by electromagnetic waves is called radiant energy. നമ്മൾ radiant energy എന്താന്ന് പറഞ്ഞു. These radiators are emitted as a result of their temperature, similar to how a red hot iron or a filament lamp emit light. ഒരു ഫിലമെന്റ് ലാമ്പ് എങ്ങനെയാണോ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് അതേ തരത്തിലാണ് ടെമ്പറേച്ചർ കാരണം ഉണ്ടാവുന്നത് റേഡിയേറ്റേഴ്സ് റേഡിയേഷൻ ഉണ്ടാക്കുന്നത്, എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എവറി ബോഡി ബോത്ത് റേഡിയേറ്റ്സ് ആൻഡ് അബ്സോർബ് എനർജി ഫ്രം ദെയർ സറൗണ്ടിങ്സ്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ കളർ ഓഫ് ദി ബോഡി. നമ്മൾ പറഞ്ഞു കളർ ഓഫ് ദി ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. റേഡിയേഷൻ എക്സാമ്പിൾസ്. ഒന്നാമത്തെ നമുക്കറിയാം, നമുക്ക് റേഡിയേഷൻ സണ്ണിൽ നിന്ന് ഹീറ്റ് എനർജി ഭൂമിയിലെത്തുന്നത്. ഭൂമി എന്ന് പറയുന്നത്, അത് എർത്ത് എന്ന് പറയുമ്പോൾ എർത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അത് എയർ ആണെന്നൊക്കെ അറിയാം. അതൊരു മീഡിയം ആയിട്ട് ഉണ്ടാവും. പക്ഷെ എർത്തിന്റെ ബിയോണ്ട് എർത്ത്സ് അറ്റ്മോസ്ഫിയർ എന്താ അവിടെ ഉള്ളത്? സ്പേസ് ആണ് അല്ലെ. സ്പേസ് എന്ന് പറയുമ്പോൾ വാക്യൂമാണ്. അതിൽ അവിടെ എന്താ ഒന്നുമില്ല. സ്പേസിൽ എന്താ ഒരു മീഡിയ അല്ലല്ലോ. അപ്പോൾ അവിടെ സ്പേസിലൂടെയാണ് ഈ എനർജി ഭൂമിയിലെത്തുന്നത്. സ്പേസിലൂടെ സഞ്ചരിച്ച് പിന്നെ എങ്ങോട്ട് വരും? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വരും. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ എത്തുന്നത്. അപ്പോൾ റേഡിയേഷന് നമുക്കറിയാം, അത് പ്രകാരം നമുക്ക് പറയാം റേഡിയേഷൻ ഒരു മീഡിയം ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ, എർത്ത് ഡസ് റിസീവ് ഹീറ്റ് ഫ്രം ദി സൺ അക്രോസ് എ ഹ്യൂജ് ഡിസ്റ്റൻസ്. എർത്തും സണ്ണും എത്ര ഡിസ്റ്റൻസ് ആണെന്നറിയാം. അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ഹീറ്റ് എനർജി നമുക്ക് കിട്ടുന്നത് റേഡിയേഷന്റെ രൂപത്തിൽ. ഓക്കെ, വി ക്വിക്ലി ഫീൽ എ വാംത്ത് of a fire nearby even though air conduct poorly and before convection takes some time to set in. അതായത് നമ്മൾ ഒരു എന്തെങ്കിലും ഫയർ ചെയ്യണമെങ്കിൽ, ഫയർ നടക്കുന്നുണ്ടെങ്കിൽ ആ ഫയറിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഹീറ്റ് അനുഭവപ്പെടും അല്ലെ. അത് അവിടെ ഒരു എയർ എന്ന് പറയുന്നത് ഒരു മീഡിയ ആണ്. കൺവെക്ഷന് പറ്റിയ മീഡിയമാണ്, കണ്ടക്ഷന് പറ്റിയൊരു മീഡിയമാണ്. പക്ഷെ എയർ എന്ന് പറഞ്ഞാൽ പുവർ കണ്ടക്ടറാണ്. ഹീറ്റിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ് എയറിന്റെ കേസിൽ. സോ അത്രയും പുവർ ആയിട്ടുള്ള തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള എയറിൽ നിന്നാൽ പോലും നമുക്ക് ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. പിന്നെ കൺവെക്ഷൻ ആണ് എയറിൽ നടക്കുന്നത് വിചാരിച്ചാലോ. കൺവെക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന പ്രോസസ് അല്ല, ഒരു സമയം എടുത്തിട്ട് നടക്കുന്ന പ്രോസസ്സാണ് കൺവെക്ഷൻ. അപ്പോൾ കൺവെക്ഷനിന്റെ മുന്നേ, ആ ടൈമിന് മുന്നേ തന്നെ നമുക്ക് പെട്ടെന്ന് ഹീറ്റ് എനർജി നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ റേഡിയേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത്, വി വിയർ വൈറ്റ് ഓർ ലൈറ്റ് കളർഡ് ക്ലോത്ത്സ് ഇൻ സമ്മർ സോ ദാറ്റ് they absorb the least heat from the sun. Therefore, however, during winter, we use dark colored clothes which absorb heat from the sun and keep our body warm. അതായത് നമുക്ക് അറിയാം, നമ്മൾ വൈറ്റ് കളറും ഡാർക്ക് കളറും ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാറുണ്ട് അല്ലെ. സാധാരണയായിട്ട് വൈറ്റ് കളർ ഡ്രസ്സ് ധരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? സമ്മറിൽ നമ്മൾ എന്താ ചെയ്യുക? വൈറ്റ് കളർ ഡ്രസ്സ് എടുക്കുക. കാരണം വൈറ്റ് എന്ന് പറയുന്നത് എല്ലാ റേഡിയേഷനെയും എമിറ്റ് ചെയ്യുന്ന, അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കളറാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ഡ്രസ്സാണ് ധരിക്കുക. പക്ഷെ ഡാർക്ക് കളർ ഡ്രസ്സാണ് ധരിക്കുന്നത് വിചാരിച്ചാൽ നമുക്ക് ചൂട് കൂടുതലായിരിക്കും. കാരണം എല്ലാ റേഡിയേഷനെയും അത് അബ്സോർബ് ചെയ്യുക ചെയ്യാം.
അപ്പോൾ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഡാർക്ക് കളർ ഡ്രസ്സ് ധരിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സീസൺ എന്ന് പറഞ്ഞാൽ വിന്റർ സീസൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ്. നമുക്കിനി പഠിക്കാനുള്ളത് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചാണ്. എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? അതിന് മുമ്പ് നമുക്ക് പറയാം, എവറി ബോഡി എമിറ്റ്സ് ആൻഡ് അബ്സോർബ് എനർജി ഫ്രം ദെയർ സറൗണ്ടിങ്സ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. എല്ലാ ബോഡികളും എനർജി അബ്സോർബ് ചെയ്യുകയും ചെയ്യും, അത് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിലേക്ക് 2 ആരോ മാർക്ക് ഉണ്ട്. ഒന്ന് ഒബ്ജക്റ്റിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആരോ മാർക്കുണ്ട്, ഒന്ന് ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ആരോ മാർക്കും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആരോ മാർക്ക് അബ്സോർപ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ബോഡി അബ്സോർബ് ചെയ്യും, റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ ഒരു ബോഡി റേഡിയേഷൻ അബ്സോർബ് ചെയ്യുക, സറൗണ്ടിങ്സത്തെ ടെമ്പറേച്ചർ, സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈയും ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ ലോയും ആണെങ്കിൽ ബോഡി എനർജി അബ്സോർബ് ചെയ്യും, അതായത് റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ എമിറ്റൻസ് എപ്പോഴാണ് നടക്കുക? എമിറ്റൻസ് നടക്കുന്നെങ്കിൽ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഹൈയും അതിൻ്റെ സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ ലോയും ആണെങ്കിൽ അവിടെ എമിറ്റൻസ് നടക്കും. അപ്പോൾ എമിറ്റൻസ് എപ്പോഴാണ്, അബ്സോർപ്ഷൻ എപ്പോഴാണ് നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ കൺസിഡർ എ ബോഡി വിച്ച് അബ്സോർബ് സർട്ടൻ എമൗണ്ട് ഓഫ് റേഡിയേഷൻ. നമ്മളൊരു ബോഡി ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ അത് കണക്കാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് അബ്സോർപ്റ്റീവ് പവർ. അപ്പോൾ ആ ബോഡിക്ക് ഒരു അബ്സോർപ്റ്റീവ് പവർ ഉണ്ടായിരിക്കും. അതായത് എന്താണ് അബ്സോർപ്റ്റീവ് പവർ? അബ്സോർപ്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ heat energy absorbed by the body divided by the total energy incident on it. അതാണ് വരിക. അത് ടോട്ടൽ എത്ര മാത്രം ഹീറ്റ് എനർജി ആ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ കഴിഞ്ഞു ടു അതൊരു റേഷ്യോ ആണ് കേട്ടോ, റേഷ്യോ ആണ്. എങ്ങനെ എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? ഒന്ന്, എത്രമാത്രം ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്തു ഡിവൈഡഡ് ബൈ എത്ര എനർജി ആ ബോഡിയിൽ ഒബ്ജക്റ്റിൽ ഇൻസിഡൻറ്റ് ചെയ്തു. ഇതിൻ്റെ തമ്മിലുള്ള റേഷ്യോ ആണ് അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത്. അബ്സോർപ്റ്റീവ് പവർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എ ലാംഡ എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ ഇതാണ് the absorptive power of a surface at a given temperature and for a given wavelength is the ratio of the heat energy absorbed by the surface to the total energy incident on it at certain time. It is represented by a lambda. It has no unit as it is a ratio ആയതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ എ ലാംഡ ഇസ് ഇക്വൽ ടു ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദ ബോഡി ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജി ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. അപ്പോൾ എന്താ അബ്സോർപ്റ്റീവ് പവർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ റേഡിയേഷന് 3 തരത്തിലുള്ള പ്രോസസ്സുകൾ അവിടെ നടക്കാം. ഒന്നാമത്തത് അബ്സോർപ്ഷൻ, രണ്ടാമത്തത് റിഫ്ലക്ഷൻ, മൂന്നാമത്തത് ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അവിടെ നടക്കുക. ഒന്നുകിൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് നടക്കുക അല്ലേ? ഇപ്പോൾ നിങ്ങൾക്കറിയാം ബ്ലാക്ക് എന്ന കളറിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ബ്ലാക്ക് കളർ എങ്ങനെ നമുക്ക് കാണുന്നത്? നമ്മുടെ ഇൻസിഡൻറ്റ് റേഡിയേഷനിൽ എല്ലാ കളറിനെയും അത് അബ്സോർബ് ചെയ്യും അല്ലേ? എല്ലാ കളറിനെയും അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ട്രാൻസ്മിഷനും നടക്കുന്നില്ല, ഒരു റിഫ്ലക്ഷനും നടക്കുന്നില്ല. എല്ലാ റേഡിയേഷനെയും അവിടെ അബ്സോർബ് ചെയ്യാണ് അല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൻ്റെ പ്രത്യേകത 99% ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ബൈ ദ ബ്ലാക്ക് കളർ. അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ളത് ബ്ലാക്ക് ബോഡി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ബ്ലാക്ക് ബോഡി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ പറയുക? പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആവണമെങ്കിൽ അതിൻ്റെ അബ്സോർപ്റ്റീവ് പവർ അല്ലെങ്കിൽ അബ്സോർപ്റ്റിവിറ്റി അത് എന്തായിരിക്കണം?
1 ആയിരിക്കണം. കാരണം എത്ര എമൗണ്ട് ഓഫ് റേഡിയേഷനാണ് അതിൻ്റെ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, അത്രയും എമൗണ്ട് അത് അബ്സോർബ് ചെയ്യണം. അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ അബ്സോർബിറ്റിവിറ്റി എന്തായിരിക്കും? 1 ആവും. അതായത് 100% ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ബൈ ദ ബ്ലാക്ക് ബോഡി. ദെൻ ദാറ്റ് ബ്ലാക്ക് ബോഡി ഈസ് കോൾഡ് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബോഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കാർബൺ ബ്ലാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ എന്താണ് ബ്ലാക്ക് ബോഡി? എ ബോഡി is said to be a perfect black body if its absorptivity is 1. മനസ്സിലായില്ലേ? It neither reflect or nor transmit but absorb all the thermal radiation incident on it irrespective of their wavelength. വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് എല്ലാ വേവ് ലെങ്തിലുള്ള റേഡിയേഷനെയും അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ കാർബൺ ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി എല്ലാ തരത്തിലുള്ള റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയും. ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ അബ്സോർപ്ഷൻ കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും അല്ലേ? അബ്സോർപ്ഷൻ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ഈ അബ്സോർപ്ഷൻ എപ്പോഴാണ് നടക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്? ആ ബോഡി ലോവർ ടെമ്പറേച്ചറും സറൗണ്ടിങ്സ് ഹൈ ടെമ്പറേച്ചറും ആകുമ്പോഴാണ് അബ്സോർപ്ഷൻ നടക്കുക. അങ്ങനെ അബ്സോർപ്ഷൻ നടന്നിട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചർ ആയിട്ട് മാറി, സറൗണ്ടിങ്സിനേക്കാളും ടെമ്പറേച്ചർ കൂടി. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താ ഉണ്ടാവുക? എമിറ്റൻസ് നടക്കില്ലേ? എമിഷൻ അവിടെ പോസിബിൾ ആണ്. അപ്പോൾ എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ബ്ലാക്ക് ബോഡി എന്ത് ചെയ്തു? അതിൻ്റെ ഉള്ളിൽ ഇൻസിഡൻറ്റ് ചെയ്ത എല്ലാ റേഡിയേഷനും എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എമിറ്റ് ചെയ്യുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് വേവ് ലെങ്ത് ആണ്. ആ വേവ് ലെങ്തിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല, എല്ലാ തരത്തിലുള്ള റേഡിയേഷനെയും അത് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് വെൻ എ ബോഡി അബ്സോർബ് ഓൾ റേഡിയേഷൻ ദ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ഇൻക്രീസസ്, ദെൻ the body starts to emit radiation of all the frequency of wavelength. That is, at higher temperature, a perfect black body will emit radiation irrespective of wavelength. അപ്പോൾ നമുക്കറിയാം ഇറ്റ് അബ്സോർബ് റേഡിയേഷൻ അറ്റ് ലോവർ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുകയും ചെയ്യും, ഹയർ ടെമ്പറേച്ചറിൽ അത് എമിറ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂവിനെ പറയുന്ന പേരാണ് എമിസീവ് പവർ. അതിന് നമുക്ക് എമിസീവ് പവർ ഉണ്ട്, ആ ബ്ലാക്ക് ബോഡിക്ക് ഒരു എമിസീവ് പവർ ഉണ്ട് എന്ന് പറയാം. എന്താണ് അപ്പോൾ എമിസീവ് പവർ? എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം റേഡിയേഷനാണ് അത് എമിറ്റ് ചെയ്യുന്നത് പെർ യൂണിറ്റ് ഏരിയ, പെർ യൂണിറ്റ് വേവ് ലെങ്ത്, പെർ യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ആൻഡ് യൂണിറ്റ് ഏരിയയിൽ ആൻഡ് യൂണിറ്റ് വേവ് ലെങ്ത് റേഞ്ചിൽ, ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ അത് എത്ര മാത്രം റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അളവിനെയാണ് എന്ത് സൂചിപ്പിക്കുക? എമിസീവ് പവർ എന്ന് പറയുന്നത്. അതായത് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദി സർഫസ് ഓഫ് ദി ബോഡി പെർ യൂണിറ്റ് ടൈം ആൻഡ് പെർ യൂണിറ്റ് വേവ് ലെങ്ത് റേഞ്ച് ഈസ് കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഈ കോൺസ്റ്റൻറ്റ് ദ കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് കോൾഡ് എമിസീവ് പവർ, ഈ ലാംഡ എന്ന ലെറ്റർ കൊണ്ടാണ് അത് സൂചിപ്പിക്കുക ഓഫ് ദി ഗിവൻ. അപ്പോൾ എമിസീവ് പവർ ഓഫ് ദി സർഫസ് എന്നാ പറയാം, എമിസീവ് പവർ ഓഫ് ദി സർഫസ് അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് വേവ് ലെങ്ത്. അപ്പോൾ SI യൂണിറ്റ് പറയാൻ നമുക്ക് പറയാം എന്താ? ജൂൾ പെർ സെക്കൻഡ് ഇൻവേഴ്സ് മീറ്റർ റേസ് ടു -2. ഓക്കെ, ജൂൾ പെർ സെക്കൻഡ് ഇൻവേഴ്സ് പെർ മീറ്റർ റേസ് ടു -2. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ എമിസീവ് പവർ എന്താന്ന്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഏതൊരു ബോഡിയും എമിറ്റ് ചെയ്യാൻ തുടങ്ങും, റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ തുടങ്ങും നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു കൺസിഡർ അയൺ റോഡ് നമ്മളതൊരു ഫ്ലെയിമിൽ കീപ്പ് ചെയ്തു. അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ, ആ അയൺ റോഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഒരു റെഡ് കളറിൽ ആവാൻ തുടങ്ങും അല്ലേ? നമ്മുടെ അയൺ റോഡ് റെഡ് കളറായിട്ട് മാറും. അങ്ങനെ റെഡ് കളറായി മാറിയ ഈ അയൺ റോഡ് വീണ്ടും നമ്മൾ ചൂടാക്കുകയാണ്.
വീണ്ടും ചൂടാക്കുമ്പോൾ അതിൻ്റെ കളർ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കളർ മാറിയിട്ട് ഒരു ബ്ലൂ ഒക്കെ എത്തും. മാക്സിമം ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളറായിട്ട് അത് അയൺ റോഡ് മാറുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറുന്നത്? ഇവിടെ റെഡിൽ നിന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെഡ് കളറിൽ നിന്ന് നമ്മളൊരു ബ്ലൂ കളറിലേക്കായിട്ട് മാറുന്നതാണ് നമ്മളിവിടെ കണ്ടത് അല്ലേ. റെഡിനാണോ ബ്ലൂവിനാണോ വേവ് ലെങ്ത് കൂടുതൽ? വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ് അല്ലേ. റെഡിന് വേവ് ലെങ്ത് കൂടുതലും ബ്ലൂ കളറിന് വേവ് ലെങ്ത് കുറവുമാണ് അല്ലേ. അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹയർ വേവ് ലെങ്ത്തിൽ നിന്ന് ലോവർ വേവ് ലെങ്ത്തിലേക്ക് റേഡിയേഷൻ മാറുന്നത് നമുക്ക് കാണാം അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹയർ വേവ് ലെങ്ത്തിൽ നിന്ന് ലോവർ വേവ് ലെങ്ത്തിലേക്ക് അതായത് അതിൻ്റെ കളറ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇതാണ് വെയിൻസ് കണ്ടെത്തിയത്. വെയിൻസ് ഒരു ബ്ലാക്ക് ബോഡിയുടെ കേസിൽ പറഞ്ഞു, ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യാൻ തുടങ്ങാൻ വിചാരിക്കാം. അതൊരു ടെമ്പറേച്ചർ അത് മാക്സിമം എത്തിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വേവ് ലെങ്ത്ത് ഷിഫ്റ്റ് ചെയ്യും. എവിടേക്ക്? ഷോർട്ടർ വേവ് ലെങ്ത്തിൻ്റെ റീജിയനിലേക്ക് അതിൻ്റെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ മാക്സിമം വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യും. അതായത് നമുക്കൊരു ബോഡി ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടുന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ മാക്സിമം എനർജി എന്ന് പറയണില്ലേ, അത് ഷോർട്ടർ വേവ് ലെങ്ത്തിൻ്റെ റീജിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇത് അദ്ദേഹം കണ്ടെത്തിയതാണ്. ഇതിൻ്റെ ബേസിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മാക്സിമം ഉണ്ടാവുന്ന ഈ വേവ് ലെങ്ത്ത്, മാക്സിമം നമുക്ക് കിട്ടുന്ന വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത് വേവ് ലെങ്ത്തും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കോൺസ്റ്റൻറ്റിനെ അദ്ദേഹം വിളിച്ച പേരാണ് വെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. അപ്പം വെയിൻസ് കോൺസ്റ്റൻറ്റ് ഈ ഇതിനെ എന്ന് പറയുന്നത് എന്ത്? വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ മാക്സിമം വാല്യൂ ഓഫ് റേഡിയൻറ്റ് എനർജി എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡി മൂവ്സ് ടുവേർഡ്സ് ദ ഷോർട്ടർ വേവ് ലെങ്ത്. Weins found that the product of peak wavelength and the Kelvin temperature of the black body should remains കോൺസ്റ്റൻറ്റ്. അതായത് ലാംഡ എം ആണ് നമ്മൾ പീക്ക് വേവ് ലെങ്ത്തിന് എടുത്തത്. കെൽവിൻ ടെമ്പറേച്ചർ ടി യു ആണെങ്കിൽ ലാംഡ എം ഇൻറ്റു ടി ഈസ് ഇക്വൽ ടു ബി. ബി എന്ന് പറഞ്ഞാൽ ബി ഈസ് കോൺസ്റ്റൻറ്റ് നോൺ ആസ് വെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ്സ് വാല്യൂ ഈസ് 2.898 ഇൻറ്റു 10⁻³ മീറ്റർ കെൽവിൻ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഒരു ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. നോക്കൂ, എനർജി എമിറ്റഡ് വേഴ്സസ് വേവ് ലെങ്ത് ഫോർ ബ്ലാക്ക് ബോഡി അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. കണ്ടോ, 2000 കെൽവിന്, 3000 കെൽവിന്, 6000 കെൽവിൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓരോ കെൽവിനിലുള്ള ഗ്രാഫ് അവിടെ വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വേവ് ലെങ്ത് എങ്ങോട്ടാണ്, അതായത് മാക്സിമം പീക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്കാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്താണെന്ന് മനസ്സിലായില്ലേ? എമിസിവിറ്റി പറയുന്നത് എമിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ഒബ്ജക്റ്റും ഉണ്ട്, ഒരു ബ്ലാക്ക് ബോഡിയും ഉണ്ട്. രണ്ടിനും സെയിം ടെമ്പറേച്ചറും സെയിം വേവ് എല്ലാ കണ്ടീഷൻസും സെയിം ടെമ്പറേച്ചർ, വേവ് ലെങ്ത്ത്, സെയിം എല്ലാ വ്യൂയിങ് കണ്ടീഷൻസ് നമ്മൾ ആ രണ്ട് വസ്തുക്കളിൽ നിരീക്ഷിക്കുന്ന എല്ലാ കണ്ടീഷൻസും സെയിം ആയിട്ട് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് എത്രമാത്രം റേഡിയേഷനെ, ഒരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എത്രമാത്രം റേഡിയേഷന് അതിന് എമിറ്റ് ചെയ്യാൻ കഴിയുന്നു, അത് ഡിവൈഡഡ് ബൈ ഒരു ബ്ലാക്ക് ബോഡിക്ക് അതേ കണ്ടീഷൻസ് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് ബോഡി എത്രമാത്രം റേഡിയേഷന് എമിറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ റേഷ്യോ. ആ റേഷ്യോനെയാണ് എന്ത് പറയുക, എമിസിവിറ്റി എന്ന് പറയുന്നത്. എമിസിവിറ്റി പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ratio of energy radiated from a material surface to that radiated from a perfect emitter known as a black body at same temperature and wavelength
ആൻഡ് അണ്ടർ ദ സെയിം വ്യൂയിങ് കണ്ടീഷൻസ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഒരു എമിസിവിറ്റി എന്ന് പറയുമ്പോൾ എമിസിവിറ്റി ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, കാരണം റേഷ്യോ ആണ്. പിന്നെ അടുത്തത് എമിസിവിറ്റി എന്ന് പറയുന്നത് എമിസിവിറ്റിയുടെ വാല്യൂ എപ്പോഴും 0ക്കും 1ൻ്റെ ഇടയിലേ ഉണ്ടാവുള്ളൂ. അത് വേറൊരു ഇത്. പിന്നെ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ കേസിൽ എമിസിവിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ എമിസിവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബ്ലാക്ക് ബോഡി റേഡിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്തൊരു ലോയാണ് എന്ത്? സ്റ്റെഫാൻസ് ലോ. സ്റ്റെഫാൻസ് ലോ എന്താ? സ്റ്റെഫാൻസ് ലോ നമുക്ക് നോക്കാം. This law states that the thermal radiation's energy emitted per second from the surface of the black body is directly proportional to its surface area A and to the fourth power of its absolute temperature T. അതായത് സ്റ്റെഫാൻസ് ലോ ഇത്രേ പറയുന്നുള്ളൂ. അതായത് റേറ്റ് ഓഫ് എനർജി എമിറ്റ് ചെയ്ത റേറ്റ് എന്ന് പറയുന്നത്, അതാണ് എനർജി എമിറ്റഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെയാണ് റേറ്റ് ഓഫ് എനർജി എമിറ്റഡ് എന്ന് പറയുന്നത്. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ഏരിയ ഓഫ് ദി ബ്ലാക്ക് ബോഡി. ബ്ലാക്ക് ബോഡിയുടെ സർഫസ് ഏരിയയ്ക്കും കൂടാതെ അതിൻ്റെ അബ്സല്യൂട്ട് അതിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, ആ ടെമ്പറേച്ചറിൻ്റെ 4th പവറിനും എന്ത് ചെയ്യും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A ഇൻറ്റു T⁴. അല്ലെങ്കിൽ H ആണ് എന്ത്? എനർജി എമിറ്റഡ് പെർ സെക്കൻഡ്. ഓക്കെ, A ഏരിയ ഓഫ് ദി ബ്ലാക്ക് ബോഡി, T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ആ ബ്ലാക്ക് ബോഡിയുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്തും? ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന് എഴുതിക്കണം. അതിന് ഇക്വേഷനാക്കി മാറ്റുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ ഈസ് കോൾഡ് സ്റ്റെഫാൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു സിഗ്മ വരും, ആ സിഗ്മ അതായത് H = സിഗ്മ A T⁴ എന്ന് വരും. ഇതിൽ സിഗ്മേനെയാണ് പറയുന്നത് എന്ത്? സ്റ്റെഫാൻസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു എമിസിവിറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? എന്താ എമിസിവിറ്റി എന്ന് പറയുന്നത്? അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. കാരണം എമിറ്റ് ചെയ്യുന്ന ഇതിൻ്റെ റേഷ്യോ ആണ്. ഓരോ ഒബ്ജക്റ്റിനും ഒരു ബ്ലാക്ക് ബോഡിയും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റേഷ്യോ ആണ് എമിസിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എമിസിവിറ്റിയുടെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? എമിസിവിറ്റി സാധാരണ എല്ലാ ഒബ്ജക്റ്റിനും റേഞ്ച് എങ്ങനെയാണ്? 0 to 1 ആയിരിക്കും. അതിൻ്റെ ഇടയിലായിരിക്കും എന്തുണ്ടാകുക? എമിസിവിറ്റിയുടെ വാല്യൂസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിക്ക് എമിസിവിറ്റി എത്രയായിരിക്കും? 1 ആവും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെ എമിസിവിറ്റി ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ കേസിലാണ് ഇങ്ങനെ H = സിഗ്മ A T⁴ എന്ന ഇക്വേഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു ബ്ലാക്ക് ബോഡി. അപ്പോൾ ലെറ്റ് us കൺസിഡർ ആൻ ഒബ്ജക്റ്റ് അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T എന്ന ഒരു ടെമ്പറേച്ചറിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തു. ആൻഡ് T⁴ ബി ദ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്സ്. T⁴ ആണ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്സ് എന്നും നമ്മൾ എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ആ ബോഡി എമിറ്റ് ചെയ്യും. അതായത് T ആയിരിക്കും T ഹയർ ടെമ്പറേച്ചറിലും T⁴ ലോവർ ടെമ്പറേച്ചറിലും ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു എമിഷൻ ഉണ്ടാവും. അതായത് H എന്ന് പറയണത് ഇപ്പോൾ H1 = റേറ്റ് ഓഫ് എനർജി എമിറ്റഡ് ബൈ ദ ബോഡിയാണ് എടുക്കുക. ആ ബോഡി എമിറ്റ് ചെയ്ത എനർജി പെർ യൂണിറ്റ് ടൈം ആണെന്ന് എടുത്താൽ നമുക്ക് പറയാം H1 = A സിഗ്മ T⁴. T എന്നാണ് ആ ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ A സിഗ്മ T⁴ നമുക്ക് എഴുതാം. ഇനി അതേപോലെ H2 എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ ദ ബോഡി ഫ്രം ദി സറൗണ്ടിങ്സ്. അപ്പോൾ സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എനർജി. അബ്സോർബ് ചെയ്താലേ അതിനെ എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അബ്സോർബ് ചെയ്തത് എത്രയാണെന്ന് നോക്കാം. അബ്സോർബ് ചെയ്തത് എത്രയാണ്? അപ്പോൾ A സിഗ്മ T⁴. അതായത് സറൗണ്ടിങ്സ് കൊടുത്ത എനർജിയാണ് A സിഗ്മ T⁴ എന്ന് പറഞ്ഞത്. അതാണ് ആരെ അബ്സോർബ് ചെയ്തത്? ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു നെറ്റ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ.
റേറ്റിനൊരു ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ H ഇസ് ഈക്വൽ ടു നെറ്റ് റേറ്റ് ലോസ് ഓഫ് എനർജി. അത് പറഞ്ഞാൽ H1 മൈനസ് H2 ആണ്. H1 മൈനസ് H2. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, എ സിഗ്മ ടി റേസ് ടു 4 മൈനസ് എ സിഗ്മ ടി 0 റേസ് ടു 4 എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ എ സിഗ്മ കോമൺ ആണ്. അപ്പോൾ എ സിഗ്മ ഇസ് ഇൻറ്റു ടി റേസ് ടു 4 മൈനസ് ടി 0 റേസ് ടു 4 എന്ന് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ കേസിൽ ഉണ്ടാകുന്ന ഒരു സറൗണ്ടിങ്സുമായിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ നെറ്റ് റേറ്റ് ഓഫ് ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ ബോഡി വിത്ത് എമിസീവ് പവർ എപ്സിലോൺ എന്ന എമിസീവ് പവർ ഉള്ള ഒരു ഒരു ബോഡിയാണ്, ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ കൂടെ എപ്സിലോൺ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ H സിഗ്മ എ ടി റേസ് ടു 4 മൈനസ് ടി 0 റേസ് ടു 4 എന്ന് എഴുതാം. അപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് സ്റ്റെഫാൻസ് ലോ എന്ന് പറയുന്നത്. സ്റ്റെഫാൻസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ഇത്ര എഴുതിയാൽ മതി. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ തെർമൽ റേഡിയേഷൻസ് energy emitted per second from the surface of the black body is directly proportional to its surface area A and the fourth power of the absolute temperature T എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പോർഷനല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഗ്രീൻ ഹൗസ് എഫക്റ്റ് നോക്കാം. ദ എർത്ത് സർഫസ് ഈസ് എ സോഴ്സ് ഓഫ് തെർമൽ റേഡിയേഷൻസ് ആസ് ഇറ്റ് അബ്സോർബ് എനർജി റിസീവ്ഡ് ഫ്രം ദി സൺ. നമുക്കറിയാം എർത്തിന് എവിടെ നിന്നാണ് റേഡിയേഷൻ കിട്ടുന്നത്? സണ്ണിൽ നിന്നാണ് റേഡിയേഷൻ കിട്ടുന്നത് അല്ലേ. ദ വേവ് ലെങ്ത് ഓഫ് ദിസ് റേഡിയേഷൻസ് ലൈസ് ഇൻ എ ലോങ് വേവ് ലെങ്ത് റീജിയൻ ഇൻഫ്രാറെഡ്. അതായത് നമ്മൾ ഈ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻസ് അല്ലേ, ഈ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. ഇൻഫ്രാറെഡ് റീജിയനിലുള്ള റേഡിയേഷൻസിനെയാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. ബട്ട് എ ലാർജ് പോർഷൻ ഓഫ് ദിസ് radiation is absorbed by the greenhouse gases, namely carbon dioxide, methane, nitrous oxide, chlorofluorocarbon and tropospheric ozone. അപ്പം ഇതിലും ഇങ്ങനെ വരുന്ന ഇൻഫ്രാറെഡ് റീജിയനിലുള്ള റേഡിയേഷൻസുകളെ എർത്ത് അബ്സോർബ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ന്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, പിന്നെ നമ്മുടെ ഓസോൺ, ഇതെല്ലാം അബ്സോർബ് ചെയ്യും. ദിസ് ഹീറ്റ് അപ്പ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ഇൻ ടേൺ ഗീവ്സ് മോർ എനർജി ടു ദ എർത്ത്. അപ്പോൾ എർത്തിന് എനർജി കിട്ടുന്നുണ്ട് സണ്ണിൽ നിന്ന്. അതുപോലെ തന്നെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇങ്ങനെ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുമ്പോൾ അതും എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യാൻ തുടങ്ങും. റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ റേഡിയേഷൻസും എഗെയിൻ എത്തിച്ചേരുന്നത് എവിടെയാണ്? എർത്ത് സർഫസിലാണ്. അപ്പോൾ എർത്ത് സർഫസ് പിന്നെയും അത് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ എർത്തിന് കൂടുതൽ ടെമ്പറേച്ചർ കൂടാൻ സാധ്യത കൂടുതലല്ലേ. കാരണം എർത്ത് സർഫസ് കൂടുതൽ വാമർ ആയിട്ട് മാറും, റിസൾട്ടിങ് ഇൻ വാമർ സർഫസ്. ദിസ് ഇൻക്രീസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻസ് ഫ്രം ദി സർഫസ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ എർത്ത് സർഫസ് വാമറാവും. അപ്പോൾ എന്ത് ചെയ്യും, ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻസ് ഫ്രം ദി സർഫസ് ഇൻക്രീസസ്. അതായത് നമുക്ക് അറിയാം എർത്ത് എമിറ്റ് ചെയ്യുന്നുണ്ട് റേഡിയേഷൻസിനെ ഇല്ലേ. അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എമിഷനും നടക്കും. അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. കാരണം കൂടുതൽ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ അത് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ദ സൈക്കിൾ ഓഫ് പ്രോസസ് ഡിസ്ക്രൈബ്ഡ് എബവ് ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ നോ റേഡിയേഷൻ ഈസ് അവൈലബിൾ ഫോർ അബ്സോർപ്ഷൻ. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ ഉണ്ടാവുക,
എർത്ത് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൊടുക്കുന്ന റേഡിയേഷൻസും സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻസും അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ എർത്ത് എമിറ്റ് ചെയ്യും. എമിറ്റ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്യുക, അത് വീണ്ടും ഇതേപോലെ തന്നെ എർത്തിലേക്ക് വരും. അപ്പോൾ ഇൻറ്റൻസിറ്റി പിന്നെയും കൂടും, ഇൻറ്റൻസിറ്റി ഓഫ് എമിഷൻ പിന്നെയും കൂടും. അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇത് ഏതുവരെ കണ്ടിന്യൂ ചെയ്യുക? അണ്ടിൽ ദർ വിൽ ബി നോ അബ്സോർപ്ഷൻ ഇല്ലാത്തൊരു കേസ് വരും. കാരണം മാക്സിമം അബ്സോർബ് ചെയ്ത് കഴിയും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അബ്സോർബ് ചെയ്യാനും പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തും. ദ നെറ്റ് റിസൾട്ട് ഈസ് ഹീറ്റിംഗ് അപ്പ് ദ എർത്ത് സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ. അതിൻ്റെ ഫലമായിട്ട് എമിഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എർത്ത് സർഫസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? എർത്ത് സർഫസും നമ്മുടെ അറ്റ്മോസ്ഫിയറും മാക്സിമം ഹീറ്റായിട്ട് ഉണ്ടാവും. അവിടെ ഹീറ്റിംഗ് നടക്കും. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് എ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് വുഡ് ഹാവ് ബീൻ -18 ഡിഗ്രി സെൽഷ്യസ്. എർത്തിൻ്റെ ടെമ്പറേച്ചർ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചറിൽ ഇങ്ങനെ നമ്മുടെ താപനില എത്രയാണ്? 40 ഡിഗ്രി ഉണ്ട്, ചില സ്ഥലത്ത് 37 അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അത്ര ടെമ്പറേച്ചറിൽ ഭൂമി നിൽക്കാൻ കാരണം തന്നെ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലെങ്കിൽ -18 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുക. നമ്മുടെ ജീവജാലങ്ങൾക്ക് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാവും. ഓക്കെ, അപ്പം പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് നമുക്ക് നല്ലതാണ്. പക്ഷെ എന്താ ഉണ്ടാവുക? ഇവിടെ നമ്മൾ പല സാധനങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ ഫ്ലൂറോ കാർബൺസ്, പിന്നെ മീതെയിന്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരികയാണ് അല്ലേ? അതിൻ്റെയൊക്കെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹീറ്റ് ആവാനുള്ള സാധ്യത പോസിബിലിറ്റി കൂടി വരികയാണ് അല്ലേ? അങ്ങനെ കൂടി വരുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുക? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഫ്ലഡ്, നമ്മുടെ താപനില കൂടും, അതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. സർവൈവ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായി തീരെ ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മളെ ലാസ്റ്റ് ടോപ്പിക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു ബീക്കറിൽ 40 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറും ഒരു ബീക്കറിൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറും വെച്ചു. രണ്ടും തുറന്ന് വെച്ചിരിക്കുകയാണ് ചെയ്യുക, അറ്റ്മോസ്ഫിയറിൽ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതാം. അപ്പോൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണ് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ. ഒരു ബീക്കറിലെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രിയും മറ്റേ ബീക്കറിൻ്റെ 100 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇതിൽ ഏത് ബീക്കറിലെ വാട്ടർ ആയിരിക്കും വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും എളുപ്പത്തിൽ ഡിക്രീസ് ചെയ്യുക? അതായത് ഏത് വാട്ടർ ആയിരിക്കും എളുപ്പത്തിൽ കൂളാവുക? 100 ഡിഗ്രി സെൽഷ്യസത്തെ വാട്ടർ ആയിരിക്കും അല്ലെ? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിലുള്ള വാട്ടർ ആയിരിക്കും എളുപ്പത്തിൽ കൂളിംഗ് അവിടെ നടക്കുക. കാരണം എന്താ? അവിടെ ടെമ്പറേച്ചർ, സറൗണ്ടിങ്സും ആ വാട്ടറിന്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ കൂടുതലാണ്. പക്ഷെ മറ്റേ ബീക്കറിന്റെ കേസ് ആണെങ്കിലോ അവിടെ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ബീക്കറിലെ വാട്ടറിന്റെ ടെമ്പറേച്ചർ, സറൗണ്ടിങ്സിന്റെ 30 ഡിഗ്രി. അവിടെ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളൂ. ബോയിലിംഗ് വാട്ടറിന്റെ കേസിലാണെങ്കിൽ അവിടെ എന്താ 70 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസമുണ്ട്. കാരണം 100 - 30 ആണ് വരുന്നത്. അപ്പൊ 70 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യാസം, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുമ്പോൾ പെട്ടെന്ന് കൂളിംഗ് നടക്കും. പക്ഷെ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറയുകയാണെങ്കിലോ കൂളിങ്ങിന്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. ഇതാണ് നിങ്ങൾക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിന് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള എക്സാമ്പിൾ. അപ്പൊ എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് നമുക്ക് നോക്കാം. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? The Newton's law of cooling states that the rate of heat lost by the body is equivalent to or direct proportional to the difference in the temperature between the body and the surroundings. അപ്പോൾ സറൗണ്ടിങ്സിന്റെയും ബോഡിയുടെയും ടെമ്പറേച്ചർ ഡിഫറൻസിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്
റേറ്റ് ഓഫ് ഹീറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നത്, ലോസ്റ്റ് ബൈ ദ ബോഡി. അപ്പോൾ നമുക്ക് എഴുതാം മൈനസ് ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T2 മൈനസ് T1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ മൈനസ് സൈൻ എന്ന് പറയുന്നത് ഹീറ്റ് ലോസിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ T2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദി ബോഡിയാണ്, T1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു T2 മൈനസ് T1 എന്ന് നമുക്ക് കിട്ടും. അതിൽ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഏരിയ ആൻഡ് നേച്ചർ ഓഫ് ദി സർഫസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സർഫസ് ഓഫ് ദി ബോഡി. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കുഞ്ഞി ഡെറിവേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.